എന്നതിന് വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. ഇനി വേറെന്തെങ്കിലും ഒരു ബുക്ക് എടുത്ത് കിതാബ് എന്ന് അറബി പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആനിൽ നിന്ന് തെളിവുണ്ടോ? ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ചോളാം. നിങ്ങൾ അന സയ്യിദ് ഉൽദി ആദമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ആക്കണ്ട, ഒക്കെ ഇപ്പൊ തന്നെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞങ്ങൾ വിടാൻ പോകുന്നുള്ളൂ. പിന്നെ പറയാൻ ആ പൂതി വേണ്ട കേട്ടോ. ഏതായാലും ഒരു കാര്യം സംബന്ധിച്ച് ഇപ്പൊ മൂപ്പർക്ക് ഇസ്കാല് ഓച്ചിറൊപ്പൂപ്പാനോട് ചോദിക്കാൻ പറ്റുമെന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളോട് ചോദിക്കാൻ പറ്റുമെന്ന് നിങ്ങളും സമ്മതിച്ചോ? അടുത്ത റൗണ്ടിൽ ഞാൻ പറയും അതിന് തെളിവ്. ഹബീബായ നബിയോട് ഞങ്ങൾ പറയുന്നു, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലകസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എന്താ തെളിവ്? ഒന്നാമത്തെ ചോദ്യം പോയി, പോകാതിരിക്കോ? ഞങ്ങൾ ചോദിച്ചതിനൊക്കെ മൂപ്പര് മറുപടി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? എല്ലാവരും കാഫിറാക്കി മറുപടി പറഞ്ഞു. അത് ഞങ്ങൾ കിട്ടേണ്ട തന്നെയാണ്, അതിവിടെ കിട്ടേണ്ടത് തന്നെയാണ്. കിട്ടി, ഞങ്ങൾ ആഘോഷിച്ചുകൊള്ളാം. ഇൻഷാ അല്ലാഹ് സീഡി ഞങ്ങൾ എല്ലാ സ്ഥലത്തും എത്തിച്ചോളാം. പണി ബാക്കി ഞങ്ങൾ എടുത്തോളാം. അതവിടെ ഇരിക്കട്ടെ. മറ്റോട് എത്തിച്ചോളൂ, നമ്മൾ വല്ല പണിയെടുക്കേണ്ടി വരില്ല. ഏതായാലും ആകട്ടെ. മൂപ്പർ ഇപ്പൊ ചോദിച്ചതെന്താ? രണ്ടാമത്തെ ചോദ്യം ഓച്ചിറൗപ്പാപ്പ അതുപോലെ മനമ്പത്ത് ബീവി. ഞാൻ പറയുന്നു തെളിവ് ഞാൻ പറയാ. അതിന്റെ മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളോട് ഇനി അവിടെ കുട്ടികളെ തരുന്നതും എല്ലാം പെട്ടു. അതാണ് ഇമാം നബവിയുടെ തഫ്സീർ കേട്ടോ. ഫിന്നവാഇബി വശദാഇബി, എല്ലാ വിഷമഘട്ടത്തിലും എല്ലാ പ്രയാസഘട്ടത്തിലും നബിതങ്ങളോട് തേടണം. മിണ്ടാൻ കഴിഞ്ഞോ മൗലവിമാരെ നിങ്ങൾക്ക്? ആ ലബ്ബ അവിടെ കണ്ട മേപ്പിട്ടോക്കിയിരിക്കണം. പറയൂ മറുപടി, പറയൂ മറുപടി. ഞങ്ങളല്ലേ പറഞ്ഞത് ഇസ്തിയാസിന് ചെറുത് പറ്റുന്നായോ? നബി തങ്ങളോട് ഓക്കെ ഓക്കെ എന്ന് തുറന്നു പറ. അപ്പൊ ബാക്കി ഞങ്ങൾ പറഞ്ഞുതരാ. ഞങ്ങൾ ഇസ്തിയാസ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഒന്നാമത്തെ നേതാവ് ഞങ്ങളെ കരളിന്റെ കഷ്ടമായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് പറഞ്ഞു ഞങ്ങളോട്, നിങ്ങൾക്ക് ഏത് വിഷമുണ്ടെങ്കിലും ഏത് പ്രയാസമുണ്ടെങ്കിലും ഇന്നെ വിളിച്ചോ മക്കളെ. ഞങ്ങൾ വിളിച്ചില്ലേ യാ സയ്യിദി സനദി? ഇനി അല്പം വിയർക്കേണ്ടി അതിനൊന്ന് മറുപടി പറയാൻ. പറയൂ മറുപടി. ഇത് ഹദീസല്ലേ? ഇതിൽ രണ്ട് ന്യൂനതുണ്ടോ? ഫീഹില്ലത്താനുണ്ടോ? മറന്നിട്ടില്ല. ഉണ്ടോ? സയ്യിദ് ഉൽദിയാദിമിലോ ഫീഹില്ലത്താലി? എന്തേ പറ്റിപ്പോയത്? തെളിവല്ലേ പറഞ്ഞത്? ഓച്ചിറപ്പാപ്പ ഞങ്ങൾ പറയാ, റസൂലിനോട് ഇസ്തിയാസ ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചോ? അത് തുറന്നു പറ, തുറന്നു പറ. ഇല്ലെങ്കിൽ അബ്ബക്ക് അവസരം കൊടുക്കുക, ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്ക. ജബ്ബാർ മൗലവി ഏതായാലും പോയി, ഇപ്പൊ ഇയാളാണുള്ളത്. എവിടെ? ഇനി അടുത്ത വരവിന് അല്പം ലബ്ബൈ മുശ്രിക്കായിട്ടുണ്ടാവും. ശരിക്കും ശ്രദ്ധിക്കണം. എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? ഞങ്ങളെ തെളിവാണ് ഞങ്ങൾ പറഞ്ഞത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആധികാരിക ഗ്രന്ഥം ഖുർആൻ, അതിന്റെ ശേഷം ബുഖാരി, ശേഷം സ്വഹീഹ് മുസ്ലിം. ഇതിനാ പറഞ്ഞത്. പ്രയാസമുണ്ടോ എന്നെ വിളിച്ചോ. ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് പ്രതികരിക്ക്. തൊള്ള തുറക്കാൻ മൗലവി. എന്തായി? ഇതേ ഹദീസ് മാത്രല്ല, ഇത് കണ്ട് സ്വഹാബത്ത് അത് ചെയ്യുകയും ചെയ്തു. വെറുതെ കേട്ടോ, പഠിച്ചോ. ഈ ഹദീസ് കണ്ട സ്വഹാബികൾ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഇസ്തിഗാസ ചെയ്യുകയും ചെയ്തു. നിഷേധിക്കാൻ ധൈര്യമുണ്ടോ? സ്വഹാബികൾ റസൂലിന്റെ ഖബറിൽ വന്ന് ഇസ്തിഗാസ. കാരണം അവർക്കറിയാം, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സഹാബികളടക്കം മനസ്സിലാക്കി. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് പിരിച്ചുവിടാം. നിങ്ങളെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കാലത്തിന്റെ ശ്മശാനത്തിലേക്ക് പോകാമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താ? പറയൂ. സയ്യിദ് ഉൽദി ആദമിന്റെ മറുപടി സ്വഹാബത്ത് ചെയ്തതോ? ചോദിക്ക്, തരാമപ്പോ. ഒന്നിനു പിന്നിൽ ഒന്നായിട്ട് തരാം. ഞങ്ങളെ തെളിവ് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അന സയ്യിദ് ഉൽദി ആദമ യൗമൽ ഖിയാമ. ഇനിയിപ്പോ യൗമൽ ഖിയാമ ഉണ്ട് എന്ന് പറഞ്ഞു അതൊന്ന് പറയും. അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞു വാ, ഖിയാമത്ത് നാളിലാണ്. അപ്പൊ ബാക്കി ഞാൻ പറയും. അപ്പൊ ബാക്കി ഞാൻ പറയുന്നതാണ്. അപ്പൊ ബാക്കി പറയുന്നത് ഒരു മോശമൊന്നല്ല. ബാക്കി പറയുന്ന പറയല് അത് ഞാൻ പറഞ്ഞപ്പോ ഇപ്പൊ തന്നെ പറയണമെന്നാണല്ലോ. നിങ്ങളെ പറയിപ്പിച്ചേരാ. ഇപ്പോഴെന്താ ആയത്ത് ഇവിടെ? ഞാൻ ചോദിച്ച ആയത്തല്ലേ? രണ്ടായത്തല്ലേ ഓതേണ്ടത്? ആ രണ്ടായത്തും വന്നില്ലല്ലോ. ഒന്നാമത്തെ ചോദ്യത്തിന് ആയത്ത് വന്നില്ല, രണ്ടാമത്തേനും ആയത്ത് വന്നില്ല. എന്നാ അവിടെയാ തൊള്ള തുറക്കണ്ടേ. എന്നോട് പറയൂ മറുപടി, പറയൂ മറുപടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. എന്നാ പിന്നെ നിങ്ങൾ വേണ്ടല്ലോ. ഞാൻ തന്നെ ഇരുന്നിട്ട് ഇതാ എന്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, പിന്നെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, ഇബിലീസിന്റെ വാദമാണ് എന്ന നിങ്ങളുടെ വാദത്തിന് തെളിവുണ്ടോ?
എന്ന് ഞാൻ ഇവിടുന്ന് ചോദിക്കുക. എന്നിട്ട് ഞാൻ നടന്ന് അവിടെ വരിക. എന്നിട്ട് അതിന് മറുപടി, എന്നാ പിന്നെ ഞാൻ തന്നെ പോരെ. ഇത് ഞാൻ ചോദിക്കുമ്പോ മറുപടി പറയാൻ നിങ്ങൾ. എന്നിട്ട് എന്നോട് പറയൂ മറുപടി. നിങ്ങൾ ആയത്ത് തെളിവ് പറ. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കൽ ഇബ്ലീസിന്റെ വാദമാണ് എന്ന നിങ്ങളുടെ അപകടകരമായ വാദം അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. തെളിവില്ല. പിന്നെയോ നിങ്ങൾ തേടുന്നതാണ് ചെറുപ്പാപ്പ, നിങ്ങൾ തേടുന്നതാണ് പെണ്ണ് കെട്ടാൻ പൂതിമസ്താൻ, നിങ്ങൾ തേടുന്നതാണ് ലാ കണ്ണ ഇല്ലല്ലാ, ലാ മുക്ക ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ, ദിക്ർ പഠിപ്പിച്ച ബീരാനൗലിയ പാപ്പ. ഇവരോടൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തേട്ടം നിങ്ങളിവിടെ എഴുതിയത് സുന്നികൾ മഹാന്മാരോട് നടത്തുന്നതാണല്ലേ? ആ മഹാന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ലേ ഞാൻ ചോദിച്ചത്? അതിന് തെളിവ് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് ഉണ്ടല്ലോ, ഹദീസ് ഞാൻ വേറെ പറയാം. ആയത്താ ഞാൻ ചോദിച്ചത്. അതിനെന്താണ് വിശദീകരണം, പണ്ഡിതന്മാരെങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങളെ. തൽക്കാലം എന്റെ ചോദ്യത്തിന് മറുപടി പറയുക. 2 ആയത്തുകൾ, ഒന്ന് ആദ്യത്തേതിന്, രണ്ടാമത്തേത് ഇപ്പോഴത്തെ ചോദ്യത്തിന്. ഓ ചെറുപ്പാപ്പ, പെണ്ണെട്ടാൻ പൂതിമസ്താൻ, അതേപോലെ മനമ്പത്ത ബീവി, അതേപോലെ തന്നെ ലാക്കണ്ണം ഇല്ലല്ലാ, ലാമൂക്ക ഇല്ലല്ലാ, ദിക്ർ പഠിപ്പിച്ച ഈ ആള്, അവരോടൊക്കെ നിങ്ങൾ സന്താന സൗഭാഗ്യത്തിന്, രോഗശമനത്തിന്, വിസ കിട്ടാൻ, ജോലി കിട്ടാൻ, അതേപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന തേട്ടം അത് ശിർക്കല്ല എന്നത് നിങ്ങളുടെ വാദമാണ്. അത് ഖുർആൻ കൊണ്ട് തെളിയിക്കാമെന്ന് നിങ്ങൾ എഴുതിയതാണ്. അതാ ചോദിച്ചത്. ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തില്ലേ, ഇതാ ഖുർആനിതാ, മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കാം, ഇതിൽ നിന്നൊരായത്തോതി ജനങ്ങളെ കേൾപ്പിക്ക്. ഇല്ലെങ്കിൽ മാന്യമായി ജനങ്ങളോട് പറ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറഞ്ഞു പോയതാണ്, അത് തിരുത്തുന്നു എന്ന് പറയാൻ മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാകണം എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതില്ലാത്ത ആളുകളോട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് 2 ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. 2നും മറുപടി കിട്ടിയിട്ടില്ല. ആയത്ത് ഇവിടെ ഓതിയിട്ടില്ല. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന വാദം അത് മുജാഹിദികൾ ഏതായാലും ഒരു മുസാഫ് കൊണ്ടിരിക്കുക, മനസ്സിലായി, കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മുസാഫ്. എന്നിട്ട് അതിൽ നിന്ന് ആയത്തുണ്ടോ? ഞാൻ ഓതിയില്ലേ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, അതല്ലേ എന്റെ വിഷയത്തിന്റെ മുഖവുര തന്നെ. അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുക്ക് വഴിപ്പെടണം. വഅത്തിഉർ റസൂൽ, നിങ്ങൾ ആർക്കും വഴിപ്പെടണം. സയ്യിദുനാ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി. ഇനി നമ്മളെ വ്യവസ്ഥ ഒന്ന് വായിക്ക്. ഖുർആൻ മാത്രമാണോ പ്രമാണം? സ്വഹീഹായ ഹദീസ്. അപ്പൊ അത്തിഉർ റസൂല, റസൂലിന് വഴിപ്പെടണമെന്ന് ഖുർആൻ. ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് നിങ്ങള് ഓരോ സംവാദത്തിലും ഒരു ആയത്ത്, ഹദീസ്, ഇതൊക്കെ വ്യത്യസ്തമായി നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടി. മനസ്സിലാക്കിക്കോ. ഉന്ദുറിനെ പഠിപ്പിച്ചില്ലേ കോട്ടക്കലിൽ വെച്ച്? പഠിപ്പിച്ചില്ലേ ഞങ്ങള്? അപ്പൊ അതൊക്കെ പറയേണ്ടിടത്ത് ഞങ്ങൾ പറയും. ഇൻഷാ അല്ലാഹ് ഇതിന് മറുപടി പറഞ്ഞ ആയത്ത് ഞാൻ പറഞ്ഞുതരാം, ഉറപ്പാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ അത്തിഉല്ലാഹ, അല്ലാഹുക്ക് വഴിപ്പെടണം. വഅത്തിഉർ റസൂല, ആർക്കും വഴിപ്പെടണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെക്കാൾ ഖുർആൻ നിങ്ങൾക്ക് തിരിഞ്ഞു എന്ന് ഞങ്ങൾക്ക് വാദമില്ല. ഖുർആൻ തിരിഞ്ഞത് നിങ്ങൾക്കാണോ? പിന്നെ മൂപ്പർക്ക് ഓച്ചിറോപ്പാക്ക് സ്പെഷ്യൽ എന്ത് ചെയ്യണം? പാപ്പാക്ക് ഒരു ആയത്ത് കിട്ടണം. ഉദൂ ഓച്ചിറോപ്പാപ്പ തന്നെ, അങ്ങനെ ആയത്ത് വേണം. റസൂലുള്ളാഹിനോട് സഹായം തേടൽ ശിർക്കല്ല നിങ്ങൾ ഇപ്പോൾ സമ്മതിച്ചാൽ മൂവാറ്റുപുഴയിലെ പകുതി വിഷയം തീർന്നു, ബാക്കി ഞങ്ങൾ തീർത്തോളാം. അല്ലേ? റസൂലുള്ളാഹിനോട് ഏത് സഹായം തേടാ? കാരണം അന സയ്യിദ് വൽദിയാദം. തൊടാൻ കഴിയില്ല മക്കളെ, നിങ്ങൾക്കത് തൊടാൻ കഴിയില്ല. മുജാഹിദുകളെന്നെ വിചാരിക്കുന്നുണ്ട് എന്തിനാ അവർ വന്നത്, കാരണം തൊടാൻ കഴിയുന്നില്ല. ആയത്തും ഹദീസൊക്കെ തന്നെയല്ലേ നമ്മൾ പ്രമാണം. ആയത്തിൽ അല്ലാഹ് പറഞ്ഞ എന്താ? റസൂലിനെ വഴി പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇനി ഞാൻ പറഞ്ഞല്ലോ, റസൂല് പഠിപ്പിച്ച സ്വഹാബികൾ, ഖുർആൻ പഠിച്ച സ്വഹാബികൾ, അവർ തന്നെ നബിതങ്ങളുടെ ഖബറിന്റെ സമീപത്ത് വന്ന്, ശരിക്കും കേട്ടോ, അവര് ഇസ്തിഗാസ ചെയ്യുകയും റസൂലിനോട് സഹായം തേടാൻ പറയുകയും ആഗ്രഹം പ്രകടിപ്പിച്ചതും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. വേണ്ടി വന്നാൽ ഞങ്ങളത് ഉദ്ധരിക്കും. ഖുർആൻ പഠിച്ചത് ഒന്നാമതായി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബിതങ്ങളാണ് പറഞ്ഞത്, വിഷമഘട്ടങ്ങളിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. അപ്പൊ ഉദൂ എന്ന് പറഞ്ഞതോ അത് ഉടമയാണ്. അൽമനാരിൽ പറഞ്ഞല്ലോ, അടിമയും ഉടമയുമാണ് എന്ന നിലക്കുള്ള ചോദ്യം.
ഇത് അള്ളാഹുവിനോട് മാത്രം. അതേ സമയത്ത് സഹായാർത്ഥന അത് ആരോടൊക്കെയാവാം. അന സയ്യിദു വൽദി ആദം, സയ്യിദുനാ റസൂലുള്ളാഹി, ഞാൻ നിങ്ങളുടെ അഭയകേന്ദ്രമാണ്. നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അഭയകേന്ദ്രമായി ഉണ്ടാകും. ഉണ്ടോ മറുപടി? ഉണ്ടോ മറുപടി? എത്ര കിതാബ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഖിയാമത്ത് നാൾ വരെ കിട്ടുകയില്ല. കാരണം ഞങ്ങളെ നേതാവാണ് പറഞ്ഞത് അന സയ്യിദു വൽദി ആദം, അന സയ്യിദ്. ഇത് പാള മാറ്റിയിരുത്തിയിട്ടും കാര്യമൊന്നുമില്ല, കാരണം ചിരിക്കാൻ വകുപ്പ് അവിടെ കിട്ടുന്നില്ല. ഇല്ല, പ്രമാണമല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു, സ്വഹാബി ചെയ്തത് വേണോ? റസൂല് മരിച്ചതിന്റെ ശേഷം ഖബറിന്റെ അടുത്ത് പോയി സങ്കടം പറയുന്ന സ്വഹാബികളുടെ പട്ടിക വേണോ? വേണോ? പറ, പറ, തുറന്നു പറ. തരൂലേ നിങ്ങൾ തെളിവ്? ഖുർആൻ പഠിച്ച നബിതങ്ങൾ പറയുന്നു, എന്നോട് ചോദിച്ചോളൂ. സ്വഹാബികളോ വഫാത്തിന്റെ ശേഷം എത്രത്തോളമെന്നറിയോ? ഒന്നാമത്തെ സ്വഹാബിയായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകൾ ഉമ്മു കുൽസൂം ബീവി അടക്കം നബിതങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ഇസ്തിഗാസ ചെയ്യുന്നതിന്റെ നേർചിത്രങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? വേണോ തെളിവ്? ചോദിച്ചോ, തരാം. നൗഷാദാസിനൊരു സമ്മതിക്കട്ടെ, മൂപ്പർ 1ാം ക്ലാസ് പഠിച്ച പാട്ടൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്. ഏത്? ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാൻ, ചക്കര തന്നാൽ പിന്നെ പാടാൻ. ഇതെവിടെ വെച്ചത്? തെളിവ് എടുക്ക്. തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെക്കാനല്ല, എടുത്ത് ജനങ്ങളോട് പറ. ഉണ്ടെങ്കിൽ ഏറ്റവും, നിങ്ങൾ എന്നെ പറഞ്ഞേണ്ട, ഏറ്റവും ആധികാരികം ഖുർആൻ, പിന്നെ ബുഖാരി, മുസ്ലിം എന്നല്ലേ ഏറ്റവും ആധികാരിക ഞാൻ ചോദിച്ചത്. പറ, ആ ആധികാരിക ഗ്രന്ഥത്തിലില്ല. പിന്നെന്താ മൂപ്പരെ ചോദ്യം? പട്ടിക വേണോ? പറ. അത് വേണോ? പറ, ഞാൻ തരാം. നിങ്ങൾ ചോദിക്കണ ചോദ്യം ചോദിക്കാനല്ലോ ഞാൻ ഇവിടെ നിന്നത്. എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ അത് പറ. ഇനി അതല്ല, നിങ്ങളെ ചോദ്യത്തിന് എനിക്ക് മറുപടി അറിയില്ല, എനിക്ക് മറുപടി അറിയണ കുറെ ചോദ്യം ഉണ്ട്, നിങ്ങൾ ചോദിച്ചോന്നാണ് വ്യവസ്ഥന്റെ സമയത്ത് പറയണം. മുജാഹിദുകൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്തതാകുന്നു. ഞങ്ങളുടെ കയ്യിൽ ചില മറുപടികളുണ്ട്, അതിന് മാത്രം ചോദ്യം മാത്രമേ ചോദിക്കാവൂ എന്ന് നിങ്ങൾ പറയേണ്ട. നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഞങ്ങളെ ചോദ്യമാണ്. ഉണ്ടോ മറുപടി എന്നാ പിന്നെയും ചോദിക്കണത്. ഉണ്ടോ മറുപടി എന്ന് ഞാനാ ചോദിക്കേണ്ടത്. മറുപടി പറ. 2 ചോദ്യം ഞാനിവിടെ ചോദിച്ചു. നിങ്ങൾ നടത്തുന്ന കാന്തപുരം സമസ്തക്കാര് നടത്തുന്ന മഹാന്മാരോടുള്ള ഇസ്തിഗാസ ശിർക്കല്ല എന്നതിന് ഖുർആനിൽ നിന്നുള്ള തെളിവ് നിങ്ങൾ ഓച്ചിറുപ്പാപ്പാനോട് തേടുന്നു, പെണ്ണുകെട്ടാൻ പൂതിമസ്ഥാനോട് തേടുന്നു, മഴയ്ക്ക് വേണ്ടി ചെന്നാൽ തുണി പൊക്കി കാണിച്ചു കൊടുത്ത് ജനങ്ങളുടെ മുമ്പിൽ മൂത്രമൊഴിക്കുന്ന വേങ്ങര കോയപ്പാപ്പാനോട് തേടുന്നു. കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടല്ലേ? ഇതാണ് നിങ്ങളെ മഹാമാരെ കോലം. മഹാമാരി നേടുമ്പോ എന്തെങ്കിലും വിചാരിച്ചത്? മനമ്പത്ത ബീവി, പെണ്ണുകെട്ടാൻ പൂതിമസ്ഥാൻ, ഇതൊക്കെയാണ് നിങ്ങളെ മഹാമാര്. അവരോടുള്ള ഇസ്തിഗാസ, നിങ്ങൾ പറയുന്ന സഹായവേട്ടം ശിർക്കല്ല എന്നതിന് കോട്ടക്കണക്കിന് തെളിവ് ഞാൻ ചോദിച്ചിട്ടില്ല. ഒരൊറ്റ ആയത്ത് അള്ളാന്റെ ഖുർആനെന്ന്. അത്തിയുല്ലാഹു അത്തിയു റസൂല തെളിവാണോ? എങ്കിൽ അതൊന്ന് പറയാതെ അതിന് തെളിവാണ്, ഈ ഇസ്തിഗാസക്ക് തെളിവാണ്. ആണെങ്കിൽ അത് എന്തായാലും ഒന്ന് മനസ്സിലായല്ലോ, അള്ളാന്റെ ഖുർആനിൽ. ഇനി ജനങ്ങളോടാ, മൈലന്മാരോടല്ല, സഹോദരന്മാരെ, അള്ളാന്റെ ഖുർആനിൽ ഇവരിങ്ങളെ കൊണ്ട് ചെയ്യിക്കണ പണിക്ക് ഒരു തെളിവുമില്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണ്ട. ഈ ജാതി ഉഷാറും ആവേശമൊക്കെ ഉള്ളവര് ഉണ്ടെങ്കിൽ തെളിവോതൂലേ? ഇല്ല, ഇല്ല, ഇല്ല. അള്ളാന്റെ ഖുർആനിൽ ഈ പറഞ്ഞ ആളുകളോടൊക്കെ ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസക്ക്, സഹായതട്ടത്തിന് തെളിവില്ല. ഏറ്റവും ആധികാരികമെന്ന് ഇവര് പോലും പറഞ്ഞ ഇസ്ലാമിക പ്രമാണത്തിൽ തെളിവില്ല. ഉണ്ടെങ്കിൽ ഒരു ചാൻസും കൂടി തരാ മറുപടി പറയാൻ. 2 ആയത്ത്. ഒന്ന്, ഇത് ഇബ്ലീസിന്റെ വാദമാണ്, ഇബ്ലീസിന്റെ വാദമാണ് എന്നതിനുള്ള ആയത്ത്. 2, ഈ ഓച്ചിറുപ്പാപ്പ, പെണ്ണുകെട്ടാൻ പൂതി മസ്താൻ, വേങ്ങരക്കോയപ്പാപ്പ, തുടങ്ങി മനമ്പത്തെ ബീവിയോടൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായതട്ടം ശിർക്കല്ലെന്നതിന് തെളിവ്. ഏതായാലും മൗലവിക്ക് അന സയ്യിദ് വൽദി ആദം തൊടാൻ കഴിയൂലട്ടോ. ഖിയാമത്ത് നാൾ വരെ തൊടാൻ കഴിയൂല. ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞൊരു ആയത്ത് ഞാൻ തരാം. പറഞ്ഞ ആയത്തിനെ കുറിച്ച് നമ്മൾ മിണ്ടിയിട്ടില്ല. ഞാൻ ആമുഖം പറഞ്ഞിട്ടാണ് എന്റെ തെളിവ് പറഞ്ഞത്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ഞങ്ങളോട് പറഞ്ഞ എന്താ? നബി തങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കണം എന്നാണ്. അത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്താണ് വിശ്വസിച്ചത്? ഞാൻ നിങ്ങളുടെ പ്രയാസഘട്ടങ്ങളിൽ, നിങ്ങളുടെ ആപ്പൽ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് സഹായിക്കാനുള്ള ആളാണ് ഞാനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് മറുപടി പറയാൻ ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. ഞങ്ങളുടെ വിഷയാവതരണത്തിന് ഞങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളും പറയും ആയത്തിൽ പറഞ്ഞതിന്റെയും അർത്ഥം അത് തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്കും പറയാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? ആയത്ത് നിങ്ങളെക്കാൾ മനസ്സിലായത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി. ഏതായാലും ഇപ്പൊ ഇസ്തിഗാസ അംഗീകരിച്ചു. ആരോടുള്ള ഇസ്തിഗാസ? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിനോടുള്ള ഇസ്തിഗാസ. അത് നിങ്ങൾ സമ്മതിച്ചല്ലോ. ഇൻഷാ അല്ലാഹ് അതിന്റെ ശേഷം ഏതെല്ലാം മഹാന്മാരുണ്ടോ ആ മഹാന്മാരോടൊക്കെ, പിന്നെ മഹാന്മാരെ തെറി പറയാന്നുള്ളത് നിങ്ങൾ അതിന്റെ രീതിയാണ്. അതെങ്ങനെ തന്നെയാണ്. അവരെ നിങ്ങൾ പരിഹസിച്ചോ? അള്ളാന്റെ റസൂലിനെ വരെ നിങ്ങൾ പരിഹസിച്ചിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്, ഒരുപാടുണ്ട്. ഞങ്ങളെ ഔലിയാക്കളെ നിങ്ങൾ പരിഹസിക്കുന്നതിൽ നിങ്ങളെ ആഖിബത്ത് നിങ്ങൾ സൂക്ഷിച്ചോ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ പറയണം. അതാണ് ഞങ്ങളെ നേതാവായ ആദം നബി അലൈഹി ഇസ്ലാമിനെ നിങ്ങളെ നേതാവായ ഇബ്ലീസ് അപമാനിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയണം ഓരോ വലിയനെ കുറിച്ചും. അപ്പൊ നിങ്ങൾ ഇബ്ലീസിന്റെ ആളാണ് ഇങ്ങനെ മനസ്സിലാവും. അതാ ഇബ്ലീസിന്റെ വാദം എന്ന് പണ്ട് പറഞ്ഞത്. ഇപ്പൊ തിരിയുന്നുണ്ടോ ഓരോന്നും? അതുകൊണ്ട് കൃത്യമായി ഞങ്ങൾ പറയുന്നു, അത്തിഉല്ലാഹ ഖുർആനാണ്, നിങ്ങൾ അല്ലാഹുക്ക് വഴിപ്പെടണം. വഅത്തിഉർ റസൂല, റസൂലിനും വഴിപ്പെടണം. ആ റസൂൽ പറഞ്ഞത് എന്താണ്? പ്രയാസങ്ങൾ വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാമെന്ന്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മറുപടി പറയാൻ കഴിയൂല മക്കളെ. അത് നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണോ ഇതിന്റെ ശേഷം ഞാൻ പറഞ്ഞു തരും. ധൈര്യമുണ്ടെങ്കിൽ പറ, ധൈര്യമുണ്ടെങ്കിൽ പറ. കാരണം ഞങ്ങളെക്കാൾ ആയത്ത് പഠിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി, സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ കായക്കൊടിക്കാണ് ഇപ്പൊ നബിതങ്ങളെക്കാൾ ആയത്തി തിരിഞ്ഞതല്ലേ? ഓന്റെ പൊട്ടന്മാരെന്ന് ഞാൻ വിളിക്കണില്ല, സക്കരിയ സറായി അല്ലാത്തോണ്ട്. നിങ്ങൾ പറയാ അന സയ്യിദുൽ ദിയാദും, ഏത് വിഷമഘട്ടത്തിലും ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി, ത്വാഹ റസൂലുള്ളാഹി. അത് മനസ്സിലാക്കിയ ഉമ്മു കുൽസൂം ബീവി ആയിഷ ബീവിയോട് പറയുന്നത് കേട്ടോ, വല്ലാഹി ലഇൻ ഫഅൽതി ലഅഖ്റുജന്ന ഇലാ ഖബരി റസൂലില്ലാഹി. അതേ, അത് നിങ്ങൾ ചെയ്താൽ ഞാൻ റസൂലിന്റെ ഖബറിന്റെ സമീപത്തേക്ക് പോകും. വലാസിഹൻ നബിഹി, അവിടെ ചെന്ന് ഞാൻ ഇസ്തിഗാസ ചെയ്യുമെന്ന് ആയിഷ ബീവിയോട് ഖുർആൻ മനസ്സിലാക്കിയ ഉമ്മു കുൽസൂം ബീവിയല്ലേ പറഞ്ഞത്. എനിക്ക് ഖുർആനാണോ വേണ്ടത്? കിതാബ് ഏതാണെന്നോ പഠിച്ചോ, ഒന്നിപ്പോൾ തരാം. ഹാഫിദ് ഇബ്നു അബ്ദുൽ ബറിന്റെ കിതാബുൽ ഇസ്തിയാബ് നോക്കിക്കോ. സനദിൽ ന്യൂനതയുണ്ടെങ്കിൽ പറ, ധൈര്യമുണ്ടെങ്കിൽ പറ. ഇല്ലത്താനി ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാലോ. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബീവിയെ കല്യാണം അന്വേഷിച്ചപ്പോ ബീവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീവിയോട് ഉടനെ പറഞ്ഞു, ബീവി അത് നമുക്ക് വേണ്ട, അത് ചെയ്താൽ ഞാൻ റസൂലിന്റെ ഖബറിലേക്ക് ഓടിച്ചെല്ലും. വലാസിഹൻ നബിഹി, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് വെച്ച് ഞാൻ ഇസ്തിഗാസ ചെയ്യും. മറുപടി പറ. മറുപടി പറയാനോ? എന്താ പഠിച്ചോനെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാ. ഞാൻ ഖുർആൻ ചോദിക്കുമ്പോ മൂപ്പര് പറയാ എന്റെ അടുത്തുള്ള ഹദീസാണ്, ഖുർആൻ ഞാൻ പിന്നെ പറയും. ഉണ്ടെങ്കിൽ അത് പറയണം സഹോദരാ, ഉണ്ടെങ്കിൽ അത് പറയണം. ഇല്ല, നിങ്ങൾ എന്തിനാ ഇതിനകത്തിൽ പറയണ്ട ഇസ്തിയാബ് എടുത്ത്? ഞാൻ പറഞ്ഞില്ല, ഖുർആൻ ഞാൻ തരാം, ഇതിൽ നിന്ന് ഓതിയാ പോരെ. ഇതിലുള്ള തെളിവ് ഓതാനാ പറഞ്ഞത്. ഇല്ല, ബോധ്യപ്പെടണം സഹോദരന്മാരെ, ഇവർക്ക് അതിന് തെളിവില്ല. ഇത് ഹദീസ് ദുർവ്യാഖ്യാനിച്ച് അതേപോലെ ഞങ്ങൾ എഴുതിയതെന്താ? കാന്തപുരം സമസ്തക്കാര് നടത്തുന്ന ഇസ്തിഗാസ. അതിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അതാ നിങ്ങൾ പറയേണ്ടത്. ആ മഹാമാരി എന്നല്ല നിങ്ങൾ പറഞ്ഞു. റസൂലിന്റെ പേര് വെക്കുമ്പോ ചെല്ലിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ചെല്ലിക്കോ. ഓ ചെറുപ്പാപ്പ നവ്വറല്ലാഹു മർഖദഹു ചെല്ലേ. ആ മനമ്പത്ത ബീവി ഒരു പെണ്ണ് കെട്ടാൻ പൂതി വസ്താൻ ചെല്ലേ. ആ ലാ കണ്ണ ഇല്ലല്ലാ, ലാ വാല ഇല്ലല്ലാ, ലാ ചൊറി ഇല്ലല്ലാ, ലാ തലവല വാല ഇല്ലല്ലാ, ലാ മുച്ചീട്ട ഇല്ലല്ലാ. ഈ ദിക്ർ പഠിപ്പിച്ച ബീരാൻ ഔലിയ പാപ്പ. ആ മഹാന്മാരോടൊക്കെ
ആ മഹാന്മാരോടൊക്കെ നിങ്ങൾ നടത്തുന്ന ഇത്തിഹാസക്ക് തെളിവുണ്ടോ? ഖുർആനിൽ നിന്ന് തെളിവുണ്ടോ എന്നാ ചോദിച്ചത്. ഇപ്പൊ പറയണതോ ഖുർആന്റെ അടുത്തുണ്ട്, പിന്നെ പറയാം നിങ്ങളെ കൂടെ വരാനാ ഞാന് ഇവിടെ വാദപ്രതിവാദം വെച്ചത് അതിനാ. പിന്നെ അനസയ്യിദ് ആദമിന് മറുപടി പറയണം. അതിന് മറുപടി പറയാൻ പറ്റിയ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നു കേട്ട അവസരം. ഒരു ചോദ്യം പോലും ചോദിച്ചില്ല നിങ്ങൾ. ഒരു ചോദ്യം പോലും അനസയ്യിദ് ആദമുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചോ? എന്നിട്ട് ഇപ്പം മറുപടി പറ എന്ന് പറയലല്ല. ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണമായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നില്ലല്ലോ അള്ളാഹിനോട്. നിങ്ങൾ ചോദിക്കും. നരകത്തിലെത്തിയാൽ അവിടെ പിന്നെ നിങ്ങളെ ചോദ്യം അള്ളാഹിനോട് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒരാളോട് നിങ്ങൾ ചോദിക്കൂല. വേറെ ഒരു ഇസ്തിഗാസയില്ല. ഓ ചെറുപ്പാപ്പയില്ല. ചെല്ല്. പെണ്ണ് കെട്ടാൻ പുതിമത്താനില്ല. ചെല്ല്. മുനമ്പത്തെ ടിവിയില്ല. ഖുർആനിൽ നിന്ന് തെളിവുണ്ടോ? 2 ചോദ്യം ചോദിച്ചു. ഇല്ല, നിങ്ങൾക്ക് പറയാൻ ഖുർആനിൽ തെളിവില്ല. ഈ അവസരം മുഴുവൻ നിങ്ങൾ നഷ്ടപ്പെടുത്തി. ഈ അവസരം മുഴുവൻ നിങ്ങളുടെ ആദർശം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടെങ്കിൽ അത് ആണത്തത്തോടെ ജനങ്ങളുടെ മുമ്പ് പറയേണ്ട സമയമായത്. ഞങ്ങൾ ആയത്തുകൾ ഓതി ഞങ്ങളുടെ വാദം തെളിവാണ് എന്നതിന് ആധികാരിക തെളിവ് എന്ന് നിങ്ങൾ പറഞ്ഞ തെളിവ് ഞങ്ങളുടെ മറുപടിയിൽ പറഞ്ഞു. ഒരായത്ത് പോലും ഞങ്ങൾ ദുർവ്യാഖ്യാനിച്ചു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരായത്തിന് പോലും ഞങ്ങൾ തെറ്റായ അർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ചോദ്യത്തിനാകട്ടെ നിങ്ങളുടെ കയ്യിൽ മറുപടിയില്ല. ഇത് മറുപടി ഉണ്ടാകൂന്ന് വിചാരിച്ച് ചോദിച്ചതല്ല. കാരണം ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അല്ലാത്തവരോട് തേടുന്നവർക്ക് തെളിവില്ല എന്ന് പണ്ടേ നിങ്ങൾ പറയത് ഉറക്കത്തിൽ നിങ്ങൾ പറയുന്ന ഒരു വാചകമാണ്. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ മുഅ്മിനീങ്ങളൊക്കെ തെളിവ് പഠിച്ചു കഴിഞ്ഞു. അന സയ്യിദുൽ വൽദി ആദം സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ മൂപ്പര് മനസ്സിലാക്കിയത് ഓരോരുത്തർക്കും ഓരോരോ തൗഹീദും ശിർക്കും എന്നാണ്. അള്ളാന്റെ റസൂലിനെ വഫാത്തിന് ശേഷം വിളിക്കാമെന്നാണെങ്കിൽ അതേ മഹാന്മാരെ വിളിക്കുന്നത് ശിർക്കും, ഏറ്റവും വലിയ മഹാനായ നബിതങ്ങളെ വിളിക്കുന്നത് തൗഹീദും. അങ്ങനെ വാദിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഞങ്ങൾ ചോദിക്കുന്നു. ഈ തെളിവ് ഞങ്ങൾ പറഞ്ഞിട്ട് മിണ്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ല. ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. ജനങ്ങളെ പഠിച്ചോളൂ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. സയ്യിദുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് പറഞ്ഞത് കേട്ട് കണ്ടോ, ഏറ്റവും വലിയ സ്വഹാബിയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ തങ്ങളുടെ മകൾ ഉമ്മു കുൽസൂം ബീവി റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവിയോട് പറയുന്നത്, വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലഇൻ ഫഅൽതി, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ലാ ഖുറുജന്ന, തീർച്ചയായും ഞാൻ പുറപ്പെടും, ഇലാ ഖബരി റസൂലില്ലാഹി, നബിതങ്ങളുടെ ഖബറിലേക്ക് പുറപ്പെടും. എന്നിട്ടോ വല അസീഹന്ന ബിഹി, ഐ വല അസ്തഗീസന്ന ബിഹി, നബിയോട് ഞാൻ ഇസ്തിഗാസ ചെയ്യും. സനദ് വേണോ? ചോദിച്ചോ, തരാമല്ലോ. കിതാബുൽ ഇസ്തിയാബ്, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു അബ്ദുൽ ബറുൽ ഖുർത്തുബി 463 മരിച്ച മഹാൻ, ഖുർആൻ കണ്ട മഹാൻ, ഹദീസ് കണ്ട മഹാൻ, അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്, സിദ്ദീഖ് തങ്ങളുടെ മകൾ പഠിച്ചോളൂ, ഇനി സ്വഹാബി ചെയ്തില്ലെന്ന് പറയണ്ട. ലഇൻ ഫഅൽതി, നിങ്ങൾ അങ്ങനെ ചെയ്താൽ, ആയിഷ ബീവിയോടാ പറഞ്ഞത്. ആയിഷ ബീവി പറഞ്ഞില്ല അത് ശിർക്കാണെന്ന് പറഞ്ഞില്ല. ലഇൻ ഫഅൽതി, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ലാ ഖുറുജന്ന, ഞാൻ പുറപ്പെടും, ഇലാ ഖബരി റസൂലില്ലാഹി, റസൂലിന്റെ ഖബറിലേക്ക്, വലാസിഹന്ന ബിഹി, അവിടെ വെച്ച് തീർച്ചയായും വലാസിഹന്ന ബിഹി, റസൂലിനോട് സഹായം തേടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തൗഹീദ് പഠിപ്പിച്ച അബൂബക്കർ തങ്ങളുടെ മകളായ ഉമ്മു കുൽസൂം ബീവി ആരോടാ പറഞ്ഞത്? ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ. അപ്പൊ കൃത്യമാണ്, പ്രമാണമാണ്. ഹദീസും ഞങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിന്റെ പ്രവർത്തനവും പറഞ്ഞു. ഇല്ല, മുജാഹിദ് പ്രസ്ഥാനമേ, നിങ്ങളെ തൗഹീദാദ്യം തന്നെ പൊളിഞ്ഞു. തൗഹീദിലൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക്, എനിക്ക് കഴിയുകയുമില്ല.
തീർച്ചയായും കഴിയില്ല, നിങ്ങൾക്കതിനുള്ള കഴിവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് വിഷമഘട്ടത്തിൽ സഹായം തേടണമെന്നാണ്. അതേ, ആ സ്വഹാബി ചെയ്തത് ചെറിയൊരു പ്രശ്നം വന്നപ്പോഴേക്ക് റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് പറയുമെന്ന് ആയിഷ ബീവിയോട് പറയുകയാണ്. ശിർക്കാണെന്ന് ആയിഷ ബീവി പറഞ്ഞില്ല. ഇത് ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ ഉദ്ധരിച്ചു. ഇനി വേണോ കിതാബ്, സനദ് വേണോ ചോദിക്ക്, ഇല്ലത്തുണ്ടെന്ന് പറ, അപ്പൊ ബാക്കി ഞങ്ങൾ കാണിച്ചു തരാം. ഇല്ല, കഴിയില്ല. എത്ര നോക്കിയിട്ടും കാര്യമില്ല, ഹദീസനങ്ങൾ കാണാൻ കഴിയില്ല. ഓരോന്ന് പഠിപ്പിക്കൽ തന്നെ ഞങ്ങളുടെ ലക്ഷ്യം. പഠിച്ചു വെച്ചോളൂ. അത് എന്താ ഞങ്ങൾക്ക് മറുപടി പറയാനുള്ളത് പറ. ഞങ്ങൾ പറയുന്നു അന സയ്യിദു വൽദി ആദം. അതേ, വ്യക്തമായി പറയുന്നു, വല്ലാഹി ലഇൻ ഫഅൽതി ലാ ഖുറുജന്ന ഇലാ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ സിഹന്ന ബിഹി. ഞാൻ അവിടെ പോയി ഇസ്തിഗാസ ചെയ്യും. പറയുന്നത് ഉമ്മു കുൽസും ബിവിയാണ്. സനത് വേണോ എന്നാണ് ഇപ്പൊ കാര്യമായ പണി. സനദിന്റെ കച്ചവടമാണല്ലോ. സനത് ഞങ്ങൾ സനതൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ അടുത്ത് സനത് ഉണ്ടാവുന്നല്ല. സനത് വല്ലതും ഉണ്ടെങ്കിൽ അബ്ദുൽ ബാരി മുസ്ലിയാർക്ക് ഒന്ന് കൊണ്ടുപോയി കൊടുക്ക്. അമ്മോശനും മരുവനും തമ്മിൽ തെറ്റുണ്ടല്ലോ. ഇവിടെ സനത് കച്ചവടത്തിനല്ല നിങ്ങളെ വിളിച്ചത്. സനത് ഞാൻ വേറെ ചോദിക്കാം. ചോദിച്ച സനത് നിങ്ങൾക്ക് പറയാനും കഴിഞ്ഞിട്ടില്ല. ഇവിടെ കച്ചവട കടയിലൊരാൾ ചെന്നു, 10 കിലോ അരി വേണം, 2 കിലോ പഞ്ചസാര തരാം, 1/2 കിലോ ചായ തരാം, 1 പാക്കറ്റ് മുളക് പൊടി തരാം. അവനാന്റെ കുടി കൊണ്ടേ വെച്ചത്. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ചോദിച്ചതാണ്. ഞങ്ങൾ ചോദിച്ച ആയത്തുണ്ടോ? ഇല്ല. 2 കാര്യങ്ങൾക്ക് ഞാൻ ആയത്ത് ചോദിച്ചു. ഏറ്റവും ആധികാരിക പ്രമാണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ ഖുർആനിൽ നിന്ന് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ഉന്നയിച്ചത്, ഞങ്ങളുടെ വാദത്തിന് തെളിവായി ഞങ്ങൾ ഉദ്ധരിച്ചത് ആ ആയത്തുകളാണ്. അത് ഈ കേട്ട ആളുകളുടെ മനസ്സിലുണ്ട്. ഇനി ഇപ്പൊ ഏതാണ്ടെല്ലാം കൂടി എന്തായിന്നറിയോ? അന സയ്യിദ് വൽദി ആദം എന്നുള്ള എന്നെ മതി. ഈ ജാതി മഹാന്മാരോടൊക്കെ എങ്ങനെ അന സയ്യിദ് വൽദി ആദം എന്ന് പറഞ്ഞേ മതി. എത്രേ മുനമ്പത്തെ ബീവിയോടും തേടാന് അത് മതിയത്രേ. മറ്റേ മയക്ക് വേണ്ടി ചോദിച്ചപ്പോ തുണിവക്കി മൂത്രയിച്ചെടുത്ത ആളോട് തേടാന് അത് മതിയത്രേ. ലാ തല വല വാല ഇല്ലല്ല എന്ന് പറഞ്ഞ് ഇങ്ങൾക്കും ഇല്ല, തലയില്ല, വാലും ഇല്ല. നിങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഒരു തലയും വാലും ഇങ്ങൾക്കും ഇല്ല. അപ്പോ തെളിവില്ല. ഇനി ആ തെളിവില്ല എന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എന്റെ അടുത്ത ചോദ്യം, കാന്തപുരം സമസ്തക്കാരനായ ഒരാൾ മഴ ലഭിക്കാൻ ഗുരുവായൂരപ്പനോടോ മറ്റോ തേടിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ കാഫിറാവുകയില്ല എന്ന നിങ്ങളുടെ വിശ്വാസത്തിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് പറയാമോ? തെളിവ് പറയാമോ? അത് ഖുർആനിൽ നിന്ന് തെളിവ് ഉദ്ധരിക്കാമോ എന്നതാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളടുത്ത് നിന്ന് മറുപടി കിട്ടുമെന്ന് വിചാരിച്ചല്ല. ഇത്രയും അപകടകരമായ വാദം നിങ്ങൾ വെച്ച് പുലർത്തുന്നു എന്ന് ജനങ്ങൾ അറിയണം. ഒന്ന്, ആ വാദത്തിന് അള്ളാന്റെ ഖുർആനിൽ ഒരു തെളിവുമില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം. അതിനാണ് ഓരോ ചോദ്യവും ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ചോദ്യം, 3 ആയത്തുകൾ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? ഇസ്തിയാബ് വേണ്ട, ശറ മുസ്ലിം വേണ്ട, അതൊക്കെ ഞാൻ ചോദിക്കും, അപ്പൊ തന്നാ മതി. സനത് ഞാൻ ചോദിക്കും, അപ്പൊ പറഞ്ഞാ മതി. ഇപ്പൊ ചോദിച്ചത് ആയത്താണ്. ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ആയത്ത് ഒന്നാമത്തെ ചോദ്യത്തിനിതാ, ഇത് ഇബ്ലീസിന്റെ വാദമാണ് എന്നതിന് ഇന്ന ആയത്ത്. രണ്ടാമത്തേത്, ഈ ലാ കന്ന ഇല്ലല്ലാഹൊക്കെ തേടുന്ന ഈ മഹാന്മാരോട് തേടുന്നത് ശിർക്കല്ല എന്ന ഞങ്ങളുടെ വാദത്തിന് തെളിവ് രണ്ടാമത്തെ ആയത്ത്. ഗുരുവായൂരപ്പനോടോ മറ്റോ തേടിയാൽ അള്ളാഹുവിന്റെ അരികിൽ അയാൾ കാഫിറാവുകയില്ല എന്നതിന് 3ാമത്തെ ആയത്ത്. എന്നിങ്ങനെ 3 ആയത്ത് ഓതിയാൽ മതി, തീർന്നു. നിങ്ങൾ ഇത്രയൊന്നും റിസ്ക് എടുക്കണ്ട. അതാ ചോദിച്ചത്. ഇനി ആയത്തും തരാൻ പോകുന്നു. എടുക്കും സേഫ്. മോനെ, കളി ഞങ്ങളോട് വേണ്ട. ഇത് കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ. ബാരിശ്ശേരി പറഞ്ഞതുപോലെ ഒരു കാലത്ത് നിങ്ങൾ പറഞ്ഞു എന്ത് തിരികേശത്തിന് ബറക്കത്തില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തിരികേശത്തിന് ബറക്കത്തുണ്ട്. അല്ലേ? രണ്ടും നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? എന്തേ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? പിന്നെ ആയത്ത് കേട്ടോ. ഇപ്പൊ മൂപ്പര് ഗുരുവായൂരിലെത്തിയിട്ടുണ്ട്. ഏതായാലും ഗുരുവായൂരപ്പനോട് കാന്തപുരം സുന്നികൾ തേടി
തേടിയാ കാഫിറാകൂല എന്ന് പറഞ്ഞു. ചങ്ങാതിമാരെ, ഞങ്ങളിവിടെ ശരിക്കും എഴുതിയിട്ടുണ്ട്. വ്യവസ്ഥ ഒന്ന് വായിക്ക്. മഹാന്മാരോടുള്ള ഇസ്തിഗാസ, അതാണോ ഞങ്ങളെ വിഷയം. ഇനി ആയത്ത് വേണോ? പിടിച്ചോ. അനസയ്യിദുൽ ത്യാദവിന് മറുപടി കിട്ടിയിട്ടില്ല. ഒന്ന് അസീഹന്നക്കും മറുപടി കിട്ടിയിട്ടില്ല. പിടിച്ചോ ആയത്ത്. സൂറത്ത് മാഇദയുടെ 55-ാമത്തെ വചനം. ഇന്നമാ വലിയുക്കുമുല്ലാഹു, നിങ്ങളെ സഹായി അല്ലാഹുവാണ്, നിർത്തിയിട്ടില്ല. വറസൂലുഹു, റസൂലുമാണ്. പോരാ. വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ, നിസ്കാരം നിലനിർത്തുന്ന, വയൂതൂന സക്കാ, സക്കാത്ത് കൊടുത്തു വിട്ടുന്ന അവര് നിങ്ങളെ സഹായിയാണ്. എന്നിട്ടല്ല പറയുന്നത് കേട്ടോ, വമയ്യതവല്ലല്ലാഹ, ഒരാൾ അല്ലാഹുവിനെ സഹായിയാക്കിയാൽ, വറസൂലുഹു, റസൂലിനെ സഹായിയാക്കിയാൽ, വല്ലദീന ആമനു, ഗുരുവായൂരപ്പനല്ല, മുഅ്മിനീങ്ങളെ സഹായിയാക്കിയാൽ, ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. വിശുദ്ധ ഖുർആൻ ആയത്തുമായി, ഹദീസുമായി, സ്വഹാബിയുമായി ഇനി പിരിച്ചുവിടുകയല്ലേ നല്ലത്. ആയത്ത് എത്ര വരാനുണ്ട്? ഇനിയും വേണോ ആയത്ത്? ഇനിയും വേണോ? തരാം. ഡസൻ കണക്കിന് ആയത്തുകൾ ഞങ്ങളെ കയ്യിലുണ്ട് കേട്ടോ. അതുകൊണ്ട് പഠിച്ചു വെച്ചോ. സൂറത്ത് മാഇദയുടെ 55-ാമത്തെ ആയത്ത് അനസയ്യിദുൽ ത്യാദമിന്റെ കൂടെ കൂട്ടിക്കോ. അത് വിടൂല. അനസയ്യിദുൽ ത്യാദം അവിടെ ഉണ്ട്. ഞങ്ങൾ വായിച്ച കിതാബുൽ ഇസ്തിയാബുമുണ്ട്. അതിന്റെ പുറമെ ഖുർആനുമുണ്ട്. നിങ്ങൾക്ക് ഖുർആനുമില്ല, നിങ്ങളെ കൂടെയുള്ള ജബ്ബാറുമില്ല, ആരുമില്ല. മറുപടി പറ. അപ്പൊ ഞങ്ങൾ പറയും കേട്ടോ, തീർച്ചയായും പറയും. ലബ്ബമൗലവിക്ക് ദേഷ്യം പിടിക്കേണ്ടത് എന്തിനായി തന്നെ ചോദിച്ചത്. ആയത്തുണ്ടാകുന്നവർക്ക് ഉറപ്പല്ലേ? ഇനി എത്ര ആയത്ത് പറയാനുണ്ട്? കോട്ടയ്ക്കെന്ന് പഠിപ്പിച്ച ഉന്നൂറിന് അവിടെ ഇല്ലേ? എത്ര വരാനുണ്ട്? ആയത്തോ ഹദീസോ ഒക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കേണ്ടത് അല്ലാഹു മാത്രമല്ല, റസൂലുമാണ്. റസൂല് മാത്രമല്ല, മുഅ്മിനീങ്ങളും നിങ്ങളെ സഹായിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അതിപ്പോ ഗുരുവായൂരപ്പൻ പോയി വല്ലദീന ആമനു എന്ന് പറഞ്ഞപ്പോ പഠിച്ചു വെച്ചോ. മുഅ്മിനീങ്ങൾ സഹായിയാണ്. അവരെ സഹായിയാക്കിയാൽ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. ആരാർത്ഥം പറഞ്ഞതിന് സഹായിന്നോ? റാസി ഇമാമിന്റെ തഫ്സീർ ഒന്ന് നോക്ക്. അതിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി. ഞങ്ങൾ വേണമെങ്കിൽ വായിച്ചു തരാം. അതുമായി ബന്ധപ്പെട്ട ഏത് ഇഷ്കാലും ചോദിച്ചോ, ഇൻഷാ അല്ലാഹ് മറുപടി വരും. പക്ഷേ ഉമ്മു കുൽസൂം ബീവിന്റെ ഇസ്തിയാസ തൊട്ടിട്ടില്ല. ഉമ്മു കുൽസൂം ബീവിയില്ലേ, റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് എന്താ പറഞ്ഞത്? എന്ത് പറയുമെന്നാ പറഞ്ഞത്? വലാസീഹന്ന ബിഹി. അതിന് ഇസ്തിയാസാണ് എവിടെ അർത്ഥം കിട്ടിയത്? എടുക്ക് മിസ്ബാഹ്, പഠിക്ക്. നിങ്ങൾക്കറിയോതൊക്കെ. അസീഹന്ന എന്ന് പറഞ്ഞാൽ അസ്തഗീസന്ന എന്നാണ് അർത്ഥം. ലോകത്ത് പഠിക്ക്. ഇത് കിതാബ് മിസ്ബാഹ്. ഒക്കെ റെഡിയായി. ഒരു കയ്യിൽ ഖുർആനും ഒരു കയ്യിൽ സ്വഹാബത്തിന്റെ ചരിത്രവും. അതേയോടുകൂടി ഇത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി അവസാനത്തെ ചോദ്യവും അവസാനത്തെ മറുപടിയുമാണ് രണ്ടാമത്തെ സെഷനിലുള്ളത്. നിങ്ങളെടുത്ത് വെക്കേണ്ട സാധനമല്ല. ഇവിടെ ഇപ്പൊ എന്തായിന്നറിയോ? ചോദിച്ച ചോദ്യങ്ങളിൽ 3 ചോദ്യം ഞാൻ ചോദിച്ചു. ഒരായത്ത് ഇവിടെ ഓതി. എന്താ ആയത്ത്? സൂറത്ത് മാഇദയിലെ ആയത്ത്. ആയത്തിൽ എന്താ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയൂതൂനസ്സകാത്ത വഹും റാക്കിഊൻ. ആര്? മുനമ്പത്തെ ബീവിയെ അല്ലദീന യുഖീമൂനസ്സലാത്ത വയൂതൂനസ്സകാത്ത വഹും റാക്കിഊൻ. ചെല്ലിച്ചത് വെറുതെ അല്ല. ഞാൻ നേരത്തെ ചൊല്ലാൻ പറഞ്ഞില്ല നിങ്ങളോട്. ഖദ്ദസല്ലാഹു സിറഹൽ അസീസ്. ആരാ? മുനമ്പത്തെ ബീവി. കേട്ടോ, മമ്പറം നാഗൂര് പോലെ ഒരു കഴിഞ്ഞ സമാനിൽ നിന്നുള്ള മക്ബറയല്ല ഇത്. ഈ സമാനിൽ തന്നെയാണ് ഇതിന്റെ തുടക്കം. ഈ ബീവി മഹദിയാണ് എന്നതിന് അടിസ്ഥാനപരമായ ഒരു തെളിവും ഇല്ല. ഈ ബീവി മഹദിയാണ് എന്നതിന് അടിസ്ഥാനപരമായ ഒരു തെളിവും ഇല്ല. 2 മരണപ്പെട്ട ജഡമാണ് എന്ന് കടലിൽ നിന്ന് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വസ്തുവിനും കൊള്ളാത്തതാണ് ഇത് എന്നാണ് വിശദീകരിച്ചത്. ആ ആയത്താണോ മുനമ്പത്തെ ബീവിയോട് തേടാൻ തെളിവ്? ഈ ആയത്താണോ മറ്റുള്ളവരോട് തേടാൻ തെളിവ്? എന്റെ ചോദ്യം, 3ാമത്തെ ചോദ്യം,
അവശേഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം അവശേഷിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ആയത്ത് കാന്തപുരം സമസ്തക്കാർ നടത്തുന്ന ഇസ്തിഗാസയ്ക്ക് തെളിവല്ല. 3 ചോദ്യത്തിനും മറുപടി പറയണം. എന്താ നിങ്ങളെ വാദം? മഴ ലഭിക്കാൻ ഒരാൾ വരുണനോട് തേടിയാൽ എന്താണ് ഇസ്ലാമിന്റെ വിധി? ഇത് അമുസ്ലിങ്ങളുടെ ആരാധനാ രീതിയായതിനാൽ പ്രത്യക്ഷത്തിൽ അവൻ കാഫിറാണെന്ന് വിധിക്കപ്പെടും. അതേസമയം അവൻ ഈമാൻ നിറഞ്ഞ മനസ്സുമായി മറ്റെന്തോ സാഹചര്യത്തിൽ അങ്ങനെ തേടിയതാണെങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ അവൻ കാഫിറാവുകയില്ല. അതാ ചോദിച്ചത്. ഗുരുവായൂരപ്പനോട് മഴയ്ക്ക് തേടിയേ പറ്റുമോ? നിങ്ങൾ ഓതിയ ആയത്തിൽ എന്താ? ആ 55-ാമത്തെ ആയത്ത്, 51-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസറാ ഔലിയാ. യഹൂദികളെ നസാറാക്കളെ നിങ്ങൾ ഔലിയാക്കളാക്കരുത്. അത് വിരോധിച്ചിട്ടാണല്ലോ ഇത് പറഞ്ഞത് എന്നാ റാസി പറഞ്ഞത്. ഇവിടെ ഔലിയാക്കൾ സഹാബികൾ ഇസ്തിഗാസ നടത്തിയതായിരുന്നോ? യഹൂദികളോടും നസാറാക്കളോടും ഇസ്തിഗാസ നടത്തിയ സഹാബികളോട്, മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസക്കല്ലേ തെളിവ് പറഞ്ഞത്? ആ ജൂതന്മാരും നസാറാക്കളോടും അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് ഇസ്തിഗാസ നടത്തിയപ്പോൾ അതിനെ വിരോധിച്ച് ഇനി അവരോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല, നിങ്ങൾ നടത്തേണ്ടത് മുൻപത്തെ ബീവിയെ പോലെയുള്ളവരോടാണ് എന്ന് പറഞ്ഞിട്ടാണോ ഈ ആയത്തിറങ്ങിയത്? 4-ാമത്തെ ചോദ്യമാണത്. 1, 2, 3, 4 ഈ 4 ചോദ്യങ്ങളും ബാക്കിയായി. ഏതായാലും ആയത്ത് വന്നപ്പോ മൂപ്പര ഒച്ചല്ല പോയി. അതാ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാകുന്നു. ഇനി എന്തിനാടോ നിങ്ങൾ നല്ലത്? അല്ലേ? എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? ഇതിന് മൂപ്പര് പറയാ ഏത് മോനമ്പത്തെ ബീവി എന്താന്ന് ഒരു ചർച്ച വെച്ചോ. അവിടെ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ഉറപ്പായി. എന്താണെന്നറിയോ? മഹാന്മാരാണ് എന്ന് എല്ലാവർക്കും ഉറപ്പുള്ളവരെടുത്ത് പോവാം. അപ്പൊ നബിതങ്ങളെടുത്തും അമ്പുറന്തങ്ങളെടുത്തും പോവാന്ന് ഉറപ്പായി. മതി ബുഹയ്യത്തീൻ ഷേഖിന്റെ അടുത്ത് പോയാൽ ഉറപ്പായി. വൻപത്തി ബീവിയല്ലേ? ചർച്ച എടുത്ത് വെച്ചോ, ഞങ്ങൾ പറഞ്ഞുതരാം, തെളിവ് പറഞ്ഞു തരാം, കൃത്യമാണ്. പിന്നെ മൂപ്പര് പറയാണ് ലാ തത്തഖിദുൽ കാഫിരീന ഔലിയ. അത് പറഞ്ഞതിന് ശേഷം പറയാണ്, കേട്ടോ, റാസിയിൽ നിന്ന് ഞാൻ വായിച്ചു തരാം. വൈലം, നീ അറിയണം, അന്നൽ ഇഅ്തിബാറ അന്നൽ ഇഅ്തിബാറ ബിഖുസുബി ഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബി. പഠിച്ചു വച്ചോളൂ, ഒരായത്തിന്റെ അവതരണ പശ്ചാത്തലം മാത്രം നോക്കിയിട്ടല്ല ആയത്തിന്റെ ഹുക്മ് പറയൽ. ഹുക്മ് ആമാണ് ചങ്ങാതിമാരെ, എല്ലാവർക്കും ബാധകമാണ്. പഠിച്ചു വച്ചോ. ആയിഷാ ബീവിനെ കുറിച്ച് വ്യഭിചാരോപണം ഉണ്ടായപ്പോൾ അവർ ആയത്തിറങ്ങിയത് അത് ആയിഷാ ബീവിക്ക് മാത്രം പ്രത്യേകത ഉള്ളതാ? ആണോ? അല്ല. ഇത് ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ, കാഫിരീങ്ങളെ ഔലിയാക്കളാക്കരുത്. പിന്നെ ആരെ ഔലിയാക്കളാക്കേണ്ടത്? ഇന്നമാ വലിയുക്കുമുല്ലാഹു, നിങ്ങളെ സഹായിക്കേണ്ടത്. അവിടെ വലിയ എന്നുള്ളതിന് എന്തൊക്കെ അർത്ഥമുണ്ടോ അതൊക്കെ അവിടെ വരും. അതാണ് അന്നൽ ഇഅ്തിബാറ ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസി സബബി. അതുകൊണ്ട് ആയത്ത് വെറുതെ ചോദിച്ചു കുടുങ്ങിയതല്ലേ? നമ്മളെ ഉമ്മു കുൽസൂം ബീവിന്റെ ഇസ്തിയാസം മൂപ്പർ തൊട്ടിട്ടില്ല. ആ ജബ്ബാർ മൗലവി ഇല്ലാത്ത കേടന്നെയാണത്. ജബ്ബാർ മൗലവിയും ഫൈസൽ മൗലവി ഇല്ലല്ലോ. ഫീല്ലത്താനി കാണിച്ചു കൊടുക്കാൻ പോലും ഒരാളില്ല. പോയി മക്കളെ, നിങ്ങളെ കാര്യം ആയത്തായി. അപ്പോ എവിടൊക്കെ ലഫ്ള് വരും അവിടൊക്കെ ആയത്തിന്റെ അർത്ഥം പഠിച്ചോളൂ. അപ്പൊ ഇന്നമാ വലിയുക്കുമുല്ലാഹു, നിങ്ങളെ സഹായി, നാസിർ, സഹായി. അത് മരിച്ചുപോയവരും പെടുമെന്ന് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ഹസനുൽ ബസരി എടുത്തു നോക്കൂ, ബഹ്റുൽ മുഹീത്ത്. അപ്പൊ കാര്യമൊക്കെ ശരിയായി. വഫാത്തായ മുഅ്മിനീങ്ങൾ വരെ നിങ്ങളെ സഹായിക്കും. അങ്ങനെ സഹായിയാക്കിയാൽ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. ഞാൻ സംവാദത്തിന് പോയപ്പോ ഇപ്പങ്ങോട്ട് പോരുന്ന വഴിയിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വിളിച്ചിരുന്നു. അപ്പോ ഉസ്താദിനോട് പറഞ്ഞു, ഈ ആയത്ത് നിങ്ങൾ ഓതണം. അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കൊണ്ട് അല്ലാഹു അത് ചോദിപ്പിച്ചത്. ഞങ്ങൾ ഓതിയിട്ടുമുണ്ട്. ഒരാൾ അല്ലാഹുവിനെ സഹായിയാക്കിയാൽ വറസൂലഹു, റസൂലിനെ സഹായിയാക്കിയാൽ, വല്ലദീനാമനു, മുഅ്മിനീങ്ങളെ സഹായിയാക്കിയാൽ അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. ഇപ്പൊ ഏതായാലും 4 കാര്യം ഇവിടെ തീരുമാനമായി. 1, ജബ്ബാർ മൗലവി പുറത്ത്, ഷൗക്കാനി പുറത്ത്, നബവി ഇമാമിനെയും പുറത്താക്കി. അവസാനം സിഹ്ർ ഫലിക്കുന്നു പറഞ്ഞതോടെ ബലും പുറത്തായി. പിന്നെപ്പെന്താ? ഞമ്മളെ തെളിവാണ് സയ്യിദ് ഉൽത്തിയാദം തൊട്ടിട്ടില്ല. നിങ്ങളെ ആളുകളെ തൃപ്തിപ്പെടുത്താനെങ്കിലും ഒരു മറുപടി പറയണ്ടേ? പറഞ്ഞില്ല, തൊട്ടില്ല. ഇസ്തിയാബിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു. ഉമ്മു കുൽസൂം ബീവി തന്നെ റസൂലിന്റെ ഖബറിൽ പോയി ഞാൻ ഇസ്തിഗാസ ചെയ്യുമെന്ന് പറഞ്ഞത്. സാധാരണ ചോദിക്കേണ്ട ഇസ്തിഗാസ എവിടെ? അതും ചോദിച്ചില്ല. കാരണം ലഫ്ള് എന്നതാണ്.
അതിൽ ഇസ്തിയാസ ചെയ്യുന്നതാണ്. ഈ സനത് വേണോ എന്ന് ചോദിച്ചു, മിണ്ടുന്നില്ല. ഇതാ താരീഖു ദിമഷ്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്, സനത്, വ്യക്തമായ സനത്, വിശ്വസ്തരായ ആളുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ ആയത്ത് വേണം. ആയത്തുമായി ഹദീസുമായി സ്വഹാബത്തിന്റെ പ്രവർത്തനം. നിങ്ങളെ തൗഹീദോ പൊളിയുകയും ചെയ്തു. മൂവാറ്റുപുഴയിലെ പ്രവർത്തകരെ നിങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സീഡ് കേരളത്തിന്റെ മാത്രമല്ല ലോകത്ത് മുഴുവനും ഇത് കാണും. നിങ്ങളെ തൗഹീദ് പൊളിയും, ഞങ്ങളെ തൗഹീദ്, ഇസ്ലാമിന്റെ തൗഹീദ് ഇവിടെ വ്യക്തമാകും. ആയത്ത്, ഹദീസ്, സ്വഹാബത്തിന്റെ പ്രവർത്തനം, ഇത് ജനങ്ങൾ പഠിക്കും. കായക്കൊടി മൗലവി സഹായം തേട്ടം ജിന്നിനോടെങ്കിലും നടത്തിയിട്ട് പോന്നാ പോരായിരുന്നോ? എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? ഇൻഷാ അല്ലാഹ് ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിജയമാണ്. അല്ലാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സദസ്സ് നിശബ്ദമാവുക. സംവാദത്തിലെ പരസ്പരം വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും ചോദ്യങ്ങൾ ഉത്തരങ്ങളുമായും ഈ സെഷനുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നടന്ന സംവാദം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള രണ്ട് പ്രസ്ഥാനങ്ങളുടെ ആദർശ ചർച്ചയാണ്. ഈ ചർച്ചയിൽ രണ്ട് വിഭാഗവും അവരുടെ വാദങ്ങളും ശേഷം ചോദ്യോത്തരങ്ങളും സമ്പൂർണ്ണമാക്കിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തോട് രണ്ട് വിഭാഗത്തിനും പറയാനുള്ള അവരുടെ ഈ സംവാദത്തെക്കുറിച്ചുള്ള അവലോകനത്തിന്റെ സമയമാണ്. 10 മിനിറ്റ് വീതമാണ് രണ്ട് വിഭാഗവും ഏതായാലും ഈ സംവാദത്തിൽ അവലോകനം നടത്തേണ്ടത്. രണ്ട് വിഭാഗത്തിൻ്റെയും പണ്ഡിതന്മാർ അത് നിർവഹിക്കും. അതിനു മുമ്പ് നറുക്കെടുപ്പിലൂടെയാണ് ആദ്യം അവലോകനം നടത്തേണ്ടവരെ തീരുമാനിക്കുന്നത്. അത് മധ്യസ്ഥന്മാരായ ഞങ്ങൾ നിർവഹിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ, ആശീർവാദത്തോടെ, ആദർശബോധത്തോടെ. അവലോകനത്തിൻ്റെ നറുക്ക് എടുത്തിരിക്കുകയാണ്. 2 മിനിറ്റ് സമയം രണ്ടു പക്ഷവും ഒന്ന് ഫ്രഷായിട്ട്, കാരണം ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ സദസ്സിനൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊക്കെ ഒരു സമയമാണല്ലോ. 2 മിനിറ്റ് വീതം എല്ലാവർക്കും വിട്ടേറുകയാണ്. സുന്നി പക്ഷമാണ് ആദ്യം അവലോകനം നടത്തുന്നത്. സുന്നി പക്ഷത്തിൻ്റെ അവലോകനം ഇൻഷാ അല്ലാഹ് 2 മിനിറ്റിന് ശേഷം നടക്കുന്നതാണ്. സുന്നിപക്ഷത്ത് അവലോകനാരാണ്? സുന്നിപക്ഷത്ത് നിന്ന് അവലോകനം നടത്തുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് സക്കാഫി മമ്പാടാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രികിനി. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ പരിശുദ്ധമായ ഇസ്ലാം നമ്മിലേൽപ്പിച്ച മഹത്തായ ഒരു പ്രബോധനം അല്ലാഹു നമ്മളോട് കൽപ്പിച്ചതുപോലെ നമ്മൾ ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. ഏകദേശം 88 അല്ലെങ്കിൽ 80 ചില്ലാനം കൊല്ലക്കാലം കേരളീയ മുസ്ലിങ്ങളെ അകാരണമായി ഭിന്നിപ്പിക്കുവാനും ശിഥിലീകരിക്കുവാനും വേണ്ടി മുസ്ലിം സമുദായത്തിലേക്ക് വഹാബികൾ പടിഞ്ഞാറൻ സാംസ്കാരിക മച്ചുനന്മാരായ റഷീദുർറിളയെ പോലെയുള്ള ചില പണ്ഡിതന്മാരിൽ നിന്ന് ആ കടമെടുത്ത് കൊണ്ടുവന്ന ചില വാദകോലാഹലങ്ങൾ, പ്രത്യേകിച്ച് ഇക്കാലം വരെ വഹാബികൾ ഈ സമുദായത്തിൽ പിടിച്ചു നിന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രമാണമായിരുന്നില്ല, പ്രാർത്ഥന എന്ന ഒരു പദത്തിൽ അവരുണ്ടാക്കിയ വസ്വാസുകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ഈ സംവാദങ്ങളിൽ അവസാനമായും ആ പ്രാർത്ഥന എന്ന പദം കൊണ്ട് മുസ്ലിം സമുദായത്തെ വട്ടം കറക്കുന്ന വഹാബി
ആ വഹാബി വഞ്ചനയുടെ നാരായ വേരറുക്കുവാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. ബഹുമാനനായ ഫൈസൽ ഹസനി 10ഓളം വരുന്ന കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ന പദം മുസ്ലിം സമുദായത്തെ കാഫിറാക്കുവാനും മുശ്രിക്കാക്കുവാനും വ്യത്യസ്തങ്ങളായ കാലയളവുകളിൽ നിങ്ങളുണ്ടാക്കിയ ചില നിർവചനങ്ങൾ, 3 നിർവചനങ്ങളിൽ 2 നിർവചനങ്ങൾ ഉപയോഗിച്ച് അതെന്തുകൊണ്ട് ആ ഇസ്ലാമിക സമൂഹത്തിന് സ്വീകാര്യമല്ല എന്നതിന്റെ വസ്തുതാപരമായ വിവരണങ്ങൾ 10ഓളം കാരണങ്ങൾ വെച്ച് അഹ്സനി ഇവിടെ വിശദീകരിച്ചിട്ട് കാമ എന്നൊരക്ഷരം കൊണ്ട് ആ വിശദീകരണങ്ങളോട് പ്രതിരോധിക്കുവാൻ, ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ വിശദീകരണത്തോട് പ്രതികരിക്കുവാൻ അപ്പുറത്തുള്ള വഹാബി മൗലവിമാർക്ക് സാധിച്ചില്ല എന്നത് പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഈ സദസ്സിലുള്ള അലയൊലികളും അട്ടഹാസങ്ങളും മാറിക്കഴിഞ്ഞാൽ ഈ CD ഒന്ന് കൊണ്ടുപോയി കേട്ട് എന്താണ് പ്രാർത്ഥന, മുസ്ലിം സമുദായത്തെ കാഫിറാക്കാൻ ഇക്കാലം വരെ നമ്മൾ ഉപയോഗിച്ച പ്രാർത്ഥന എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല, മൗലവിമാർക്കും മനസ്സിലായിട്ടില്ലല്ലോ എന്ന പരമമായ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ സ്വന്തം ആദർശ തറവാട്ടിലേക്ക് തിരിച്ചു പോരാൻ നിങ്ങൾക്ക് ഇത് കേട്ടാൽ അവസരം നൽകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ 2 വിശദീകരണങ്ങൾ. ആ 2 വിശദീകരണങ്ങൾ വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് അതെന്തുകൊണ്ട് സ്വീകാര്യമല്ല ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഒന്നാമതായി സഹോദരന്മാരെ, പ്രാർത്ഥന എന്ന പദം വെച്ചുകൊണ്ട് ഹിജറ 5 കടന്നു വന്നു 920 വരെ നിരാക്ഷേപമായി ഇവിടെ ഐക്യത്തോടെ എന്ന് പറഞ്ഞാൽ ആദർശപരമായി മുസ്ലിം സമുദായത്തിൽ മുഖ്യധാരാ മുസ്ലിങ്ങൾ പരസ്പരം ശിർക്ക് ആരോപിക്കുന്ന ഒരു കലാപം നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളിലില്ല. ഹിജറ 5 മുതൽ 921 വരെ ഇല്ല. എവിടെയെങ്കിലൊക്കെ ഒറ്റപ്പെട്ട അപശബ്ദങ്ങൾ വന്നിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിലെ പൊന്നാനി പണ്ഡിത സമൂഹത്തിന്റെ അവസരോചിതമായ ഇടപെടലുകൾ അതിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോ സംഭവിച്ചത് എന്താണ്? ആ പ്രാർത്ഥന കൊണ്ട് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുഴുവനും ശിർക്കിലേക്ക് തള്ളിയ വഹാബികൾ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? അതിന്റെ ഇടയ്ക്ക് കുറെ അതേ വാദം വന്ന് പലരും കടന്നുപോയി. പക്ഷേ സഹോദരന്മാര്, ഇന്നിപ്പോ വഹാബി പ്രസ്ഥാനം എത്തി നിൽക്കുന്ന പാപ്പരത്വം എന്തു പ്രാർത്ഥന എന്ന പദം കൊണ്ടാണോ മുസ്ലിം സമുദായത്തിന്റെ കരണക്കുറ്റിക്കടിച്ചത്, അതേ പദം വഹാബികളുടെ നെഞ്ചിലേക്ക് മലർന്നു കടന്ന് തുപ്പുന്നതിനു സമാനമായി അവരുടെ നെഞ്ചിലേക്കും മുഖത്തേക്കും ആഞ്ഞുപതിക്കുകയാണ്. മടവൂർ മുജാഹിദുകൾ ആ പ്രാർത്ഥന വെച്ചുകൊണ്ടാണ് AP അബ്ദുൽ ഖാദർ മൗലവിയെ പുറന്തള്ളിയത്. ആ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കൂട്ടത്തിലുള്ള ജക്കരിയ സ്വലാഹി അബ്ദുറഹ്മാൻ സലഫിയുടെ സാക്ഷാൽ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മഹല്ലിൽ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ജനറൽ ബോഡിയിൽ അബ്ദുറഹ്മാൻ സലഫിയുടെ കുപ്പായ കൊളറിന് നേരെ കൈ ഉയർത്താൻ അവിടെയുള്ള ജക്കരിയ സ്വലാഹിയുടെ അനുയായികളെ പ്രചോദിപ്പിച്ചത് മുസ്ലിങ്ങളെ കാഫിറാക്കാൻ നിങ്ങൾ ഉപയോഗിച്ച പദമാണ് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. എന്തുണ്ടായി ഇതുകൊണ്ട് നേട്ടം? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മാത്രമല്ല ഈ നിർവചനത്തിലൂടെ ബഹുമാന്യനായ അഹ്സനി സൂചിപ്പിച്ചു, മഹാന്മാരായ ഇമാമിയങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരികയാണ്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അപ്പൊ പിന്നെ പറഞ്ഞത് എന്താണ്? പതിവ് പല്ലവി, ഞങ്ങൾ ആരെയും വ്യക്തിപരമായി കാഫിറാക്കലില്ല. ആയിക്കോട്ടെ, രാജ്യത്തിന്റെ തെരുവിലെ സാധാരണ മുസ്ലിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമുണ്ട്, മഹാനായ ഇമാം നബവി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നബവി ഇമാം എവിടെ പോകുന്നു? മുശ്രിക്കുകൾ പോകുന്ന നരകത്തിലോ അതല്ല മുസ്ലിങ്ങൾ പോകുന്ന സ്വർഗത്തിലോ? ഞങ്ങൾ അയാ ഇബാദല്ലാഹി അഈനുനി എന്ന് സഹായം തേടിയ ഇമാം നബവി എവിടെയാണോ പാരത്രിക ലോകത്ത് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത്, ആ സ്വർഗ പൂങ്കാവനത്തിൽ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ വിളിച്ചോ യാ ഇബാദല്ലാഹി അഈനുനി എന്ന്. അതല്ലാതെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മുജാഹിദ് പ്രവർത്തകരെ, എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന ആദരണീയരായ വൃദ്ധന്മാരെ പിറകിലേക്ക് മാറ്റിയിട്ട് ചിരിക്കാനും കളിക്കാനും പറ്റുന്ന ചില ആളുകളെ മുന്നിലിരുത്തി നിങ്ങൾക്ക് ചിരിക്കാം, കളിക്കാം. പക്ഷേ ഒന്നുണ്ട്, മനസ്സറിഞ്ഞൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിങ്ങൾ വ്യക്തിപരമായി മുശ്രിക്കാക്കുന്നില്ല എന്ന് വാദത്തിന്, സപ്പോസ് ഞാൻ വാദത്തിന് വേണ്ടി കടമെടുത്ത് അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ആ ഇമാം നബവി നരകത്തിലേക്ക് പോകുന്നു എന്നാണോ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണോ? ഇമാം നബവി റളിയല്ലാഹു അൻഹു മതപരമായി വിശ്വസിച്ച വിശ്വാസങ്ങളെ നെഞ്ചിലേറ്റി ആ ഇമാം നബവി കടന്നു ചെല്ലുന്നിടത്ത് കടന്നു ചെല്ലാൻ മുസ്ലിം ലോകം ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രജതരേഖ. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം.
ഇനിയും സഹോദരന്മാരെ, നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ, റഷീദുറിളയെ പോലെയുള്ള ആളുകൾ നിങ്ങളുടെ നിർവചനം കൊണ്ട് അതേ മുസ്ലിം സമുദായത്തിന്റെ നെഞ്ചിൽ ശിർക്ക് ആരോപിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച പ്രാർത്ഥന എന്ന പദം കൊണ്ട് റഷീദുറിള നരകത്തിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് ഞങ്ങൾ ചോദിച്ചത്, തൗഹീദിൽ രണ്ടെണ്ണമുണ്ടോ എന്ന്. അതിന് നിങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെയും ആമിന റളിയല്ലാഹു അൻഹയുടെയും വിഷയം എടുത്തിടണ്ട. കാരണം എന്തുകൊണ്ട് കേട്ടോ, എന്തുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയത്? സക്കരിയാക്ക് മുവഹിദാകാൻ വ്യത്യസ്ത തൗഹീദ്, അതേ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് മുവഹിദാകാൻ മറ്റൊരു തൗഹീദ്. ഇങ്ങനെ ഒരാൾക്ക് രണ്ടാൾക്ക് മുവഹിദാകാൻ, രണ്ടാൾക്ക് ഒരു മുവഹിദാകാൻ രണ്ട് തൗഹീദില്ല. അതേ സമയത്ത് തൗഹീദാകാൻ, മുവഹിദാകാൻ ഒരു തൗഹീദേ ഉള്ളൂ. ആ തൗഹീദ് ഇമാം അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചോ സ്വീകരിച്ചില്ല എന്ന ചരിത്രപരമായ തർക്കമാണ് അവിടെയുള്ളത്. അതാണ് അഹ്സനി താരീഖ് എന്ന് പറഞ്ഞത്. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം, ഇനിയോ അവസാനം മുജാഹിദ് പ്രസ്ഥാനം മുഴുവനും ആഫീസ് പൂട്ടി ഗുരുവായൂരമ്പലത്തിൽ ഇറങ്ങേണ്ടി വരികയാണ്. എന്തുകൊണ്ട് കേട്ടോ? ഇവിടെ നിങ്ങൾ പറഞ്ഞത് സിഹർ ഫലിക്കുമെന്നാണ്. എന്താ സിഹർ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാത്ത, നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് പിടുത്തം കിട്ടാത്ത ചില മാർഗങ്ങളിലൂടെ ചില ആളുകൾ ചിലതൊക്കെ ചിലത് സംഭവിപ്പിക്കുന്നു എന്നാണ്. അത് വിശ്വസിക്കലാ കൂട്ടരെ നിങ്ങളെ ഭാഷയിൽ പ്രാർത്ഥന. അപ്പൊ സിഹർ വിശ്വസിച്ചാൽ മുശ്രിക്കായി, അതല്ലേ നിങ്ങൾ പറയുന്നത്? സിഹർ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണ് കാണാത്ത, നമുക്ക് പിന്നെ മിഷീൻ വെച്ച് പരിശോധിച്ച് കണ്ടെത്താൻ കഴിയാത്ത ആ മാർഗത്തിലൂടെ ശൈത്താൻ പലതും ചെയ്യുന്നു എന്ന് വിശ്വസിക്കലാണ് ശിർക്ക്. അതാണ്, ആ ശിർക്കാണ് സഹോദരന്മാരെ സിഹർ വിശ്വസിച്ചാൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് സ്വയം നിങ്ങളും മുശ്രിക്കായി അവസാനം മുസ്ലിം തറവാട്ടിലെ മുഴുവൻ ആളുകളെയും ശിർക്കിലേക്ക് തള്ളാൻ. ഖുർആൻ ഇറങ്ങിയത് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ. പക്ഷേ 21 മുതൽ നിങ്ങൾ ഖുർആനിലേക്ക് മടക്കിയപ്പോ മുഅ്മിനീങ്ങൾ മുഴുവനും ഖുർആനിൽ നിന്ന് അകറ്റുക എന്ന നശീകരണ വിപ്ലവത്തിന്റെ നാരായവരാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നെഞ്ചിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. പിന്നെയോ സഹോദരന്മാരെ, പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അഹ്സനി വളരെ വൃത്തിയായി ആയിത്തോതി. അപ്പോ ഹനീഫ മൗലവിക്ക് ഞങ്ങൾ നിലമ്പൂരം ഭാഷയിൽ പറഞ്ഞ ഒരു ചിത്താന്തം, അതെന്താ ആയത്തന്നെ കിട്ടണം. അഹ്സനി ആയത്തോതി. പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഹനീഫ മൗലവി, നിങ്ങൾക്ക് ചേകന്നൂരിന്റെ വാദമുണ്ടോ? ആയത്ത് തന്നെ തെളിവാക്കാൻ പറ്റുള്ളൂ എന്ന വാദമുണ്ടോ? അഹ്സനി ആയത്തോതിയിട്ടുണ്ട്. ആയത്തോതി. ആ ആയത്തോ അള്ളാന്റെ റസൂൽ വിശദീകരിക്കണം. അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല, നിങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെടണം, റസൂലുള്ളാഹ്ക്ക് വഴിപ്പെടണം. എങ്ങനെയാണ് റസൂലുള്ളാഹ്ക്ക് വഴിപ്പെടേണ്ടത്? അന സയ്യിദുൽ ദിയാദോ, നിങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ ചാരത്ത് കടന്നു വന്ന് എന്നോട് സഹായം തേടിക്കൊണ്ടാണ് നിങ്ങൾ എന്നെ വഴിപ്പെടേണ്ടത് എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് അഹ്സനി ഓതി. ആ ആയത്തിന് അള്ളാന്റെ ഹബീബിന്റെ ഹദീസ് കൊണ്ട് വിശദീകരണം തന്നു. പോരാ, ബഹുമാന്യരായ സ്വഹാബത്തിന്റെ ഇജ്മാഅ്, അതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക് സ്വഹാബത്ത് ചെറിയ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ആവലാതി പറയാൻ, പ്രയാസം പറയാൻ ഓടിപ്പോയതിന്റെയും സ്വഹാബത്ത് അംഗീകരിച്ചതിന്റെയും ഇജ്മാഅ്. ഓ മുജാഹിദ് പ്രവർത്തകരെ, മൗലവിമാർ ഉറക്കം നടിക്കുന്നവരാണ്. അവരെ നന്നാക്കാമെന്നോ അവർക്ക് ഹിദായത്ത് കൊടുക്കാമെന്നോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഉറക്കം നടിക്കുന്നവന് മരുന്നു പ്രമാണമല്ല. പക്ഷേ എന്റെ സദസ്സിലുള്ള മുജാഹിദ് പ്രവർത്തകരിൽ പലരും തെറ്റിദ്ധരിച്ചു പോയവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ മുജാഹിദ് പ്രവർത്തകന്മാർ നിങ്ങളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് പൗരാണികർ പ്രമാണമായി പഠിപ്പിച്ച് പാരമ്പര്യമായി മുസ്ലിം സമുദായം ആയത്തിനും ഹദീസിനും ഇജ്മാഅ് ഖിയാസിലൂടെ നൽകിയ വിശദീകരണം സ്വീകരിക്കുക. ഇമാം റംലിയും സുബിക്കിയും പറഞ്ഞതുപോലെ ഇബ്നു തൈമിയ്യ കൊണ്ടുവന്ന ഈ വാദം മുസ്ലിം സമുദായം വലിച്ചെറിഞ്ഞ് ആദർശപരമായ ഐക്യത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു പോവുക. അതിന് ഈ സംവാദം കാരണമാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 10 മിനിറ്റും 40 സെക്കൻഡുമാണ് ഇപ്പോൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ശിർക്കിലേക്ക് നയിക്കാൻ വേണ്ടി
പൗരോഹിത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളുടെ മുഖം മൂടി ഈ മൂവാറ്റുപുഴയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. വാദപ്രതിവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ എഴുതിയ വാദങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടന്നുവരാൻ പൗരോഹിത്യത്തിന് ധൈര്യം കിട്ടിയില്ല എന്നത് തന്നെ എത്രമാത്രം ബാലിശമായ വാദങ്ങളാണ് അവർ ഉന്നയിച്ചത് എന്നതിനുള്ള തെളിവാണ്. മുജാഹിദ് വാദമായി ഞങ്ങൾ എഴുതി, കാന്തപുരം സമസ്തക്കാർ ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഖുർആനിന് വിരുദ്ധവും ശിർക്കുമാണ്. അത് ഖുർആനിന് വിരുദ്ധമാണെന്ന്, അത് ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നിരവധി ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തെളിയിക്കുകയുണ്ടായി. അത് തെളിയിച്ചില്ല എന്ന് മറുഭാഗവും ഒരിക്കൽ പോലും ഒരു പരാതി പറഞ്ഞിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രണ്ടാമത്തേത് സുന്നിവാദമാണ്. സുന്നികൾ മഹാന്മാരോട് നടത്തുന്ന സഹായാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ ശിർക്കാണെന്നത് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥന അല്ല എന്നാണ് അവർ എഴുതിയത്. അതാണ് എന്ന് തെളിയിക്കാനാണ് 4 ചോദ്യങ്ങൾ നാം ചോദിച്ചത്. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നിന് പോലും ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയാൻ കഴിഞ്ഞില്ല. പോരുമ്പോ കാന്തപുരം പറഞ്ഞിരുന്നത്രേ ആയത്തോദനം, എന്നിട്ട് എന്തേ ചർച്ച ചെയ്യാമായിരുന്നില്ലേ? ഒന്നാമത്തെ അവസരത്തിൽ കാന്തപുരത്തിന്റെ ഉപദേശം കേട്ടിരുന്നുവെങ്കിൽ മറ്റെട്ട് അവസരങ്ങളിലും ആ ആയത്ത് നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. അത് ചർച്ച ചെയ്യപ്പെടും എന്ന പേടിയാണ് ആ ആയത്ത് ആദ്യമോദാൻ നിങ്ങൾ തയ്യാറാവാതിരുന്നത്. എന്നിട്ട് അവസാനത്തെ സന്ദർഭത്തിൽ ഓതി. ഞാൻ ചോദിച്ചു, ഇന്നമാ വലിയക്കുമുള്ള, ഇവിടെ അല്ലാഹു വലിയാക്കാൻ പറഞ്ഞത് എന്താണ്? നേരത്തെയുള്ള ആയത്തിൽ അല്ലാഹു വിരോധിച്ചതാണ്. അവിടെയാണ് നാം ആലോചിക്കേണ്ടത്. നേരത്തെ അല്ലാഹു പറഞ്ഞു, ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, യഹൂദികളെയും നസാറാക്കളെയും നിങ്ങൾ വലിയകളായി സ്വീകരിക്കരുത്. അത് ഈ യഹൂദികളോടും നസാറാക്കളോടും പ്രാർത്ഥന നടത്തിയതാണോ? ഇസ്തിഗാസ നടത്തിയതാണോ? ആ ഇസ്തിഗാസക്ക് അതാ ഞങ്ങൾ എഴുതിയത്. കാന്തപുരം സമസ്തക്കാർ നടത്തുന്ന ഇസ്തിഗാസക്ക് അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു തെളിവും ഉദ്ധരിക്കാൻ കഴിയില്ല. ഇപ്പൊ അവസാനം പറഞ്ഞതെന്താണ്? ഇപ്പൊ അവസാനം കൊണ്ടുവന്നിരിക്കുന്നത് ആ ജിന്ന് ഉപദ്രവിക്കും, അതെങ്ങനെയാ നിങ്ങൾക്കറിയില്ലല്ലോ, അപ്പൊ ശിർക്കായില്ലേന്നാ. സഹോദരന്മാരെ, എന്ത് വിവരക്കേടാ നിങ്ങൾ പറയുന്നത്? ഖുർആനിലെ അവസാനത്തെ അധ്യായം സൂറ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ജിന്ന് മനുഷ്യരുടെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കും. എങ്ങനെ? അത് അറിയില്ല എന്നതുകൊണ്ട് ജിന്ന് ഉപദ്രവിക്കും എന്ന് വിശ്വസിക്കൽ ശിർക്കല്ല. അതാ ഞാൻ ഉദാഹരണം പറഞ്ഞത്. മലക്കുകൾ മനുഷ്യർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും, അത് വിശ്വസിക്കൽ ശിർക്കല്ല. പക്ഷേ ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് വിശ്വസിച്ച് മലക്കുകളോട് തേടലാണ് ശിർക്ക്. അതിനാണ് തെളിവ് പറയേണ്ടത്. ഇവിടെ ചിത്രം വളരെ വ്യക്തമായിരുന്നു. പൗരോഹിത്യം 1000 വാചകങ്ങൾ കൊണ്ട് മൂടിവെക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ ചുമരുകളിൽ മുജാഹിദുകൾ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നെഴുതി വെച്ചത് എന്തിനെന്ന് സാധാരണക്കാർക്കറിയാം. അത് കാന്തപുരം സമസ്തക്കാർ ഓച്ചിറ ഉപ്പാപ്പയുടെ അരികിൽ പോയി സന്താന സൗഭാഗ്യത്തിന് തേടുന്നതിനെതിരെയാണ്. അത് ഈ ബീരാനൗലിയ പാപ്പയോട് തേടുന്നതിനെതിരാണ്. അത് മഴയ്ക്ക് വേണ്ടി വേങ്ങര ഉപ്പാപ്പയുടെ അടുത്ത് പോയി അദ്ദേഹം തുണിവക്കി ഞങ്ങളുടെ മുമ്പിൽ മൂത്രമൊഴിച്ചാൽ മഴ പെയ്യും എന്ന് വിശ്വസിച്ച് അദ്ദേഹത്തോട് തേടുന്നതിനെതിരെയാണ്. അതിന് മറുപടിയായാണ് ഇത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് നിങ്ങൾ എഴുതി വെച്ചത്. ആ വാദത്തിനായിരുന്നു ഞങ്ങൾ തെളിവ് ചോദിച്ചത്. പറയാൻ കഴിഞ്ഞില്ല. എന്താണ് പ്രാർത്ഥന എന്ന്, എന്താണ് തർക്ക വിഷയത്തിലുള്ള ഇസ്തിഗാസ എന്ന് ഇവിടെ വിശദീകരിച്ചു. ഞാൻ ആവർത്തിച്ചല്ലോ ചോദ്യത്തിൽ. മഹാന്മാരോട് കാന്തപുരം സമസ്തക്കാർ നടത്തുന്ന സഹായാർത്ഥനക്കാർ ആയത്ത് ചോദിച്ചത് തെളിവുദ്ധരിക്കാൻ കഴിഞ്ഞില്ല. അവസാനം പറഞ്ഞത് ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു. ആരാണ്? മരിച്ചുപോയ മഹാന്മാരോട് നിങ്ങൾ നടത്തുന്ന ഇസ്തിഗാസക്ക് തെളിവായി അത് ഉദ്ധരിച്ചത്. ഈ കെ വിഭാഗത്തിന്റെ പരിഭാഷയിൽ പോലും നിങ്ങൾ ഒരുപക്ഷെ കാഫിർ എന്ന് പറയുന്ന ആളായിരിക്കാം. അദ്ദേഹം പോലും എഴുതി വെച്ചത് എന്താണ്? ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളുമായി മൈത്രിയും ഗാഢബന്ധവുമായി കൂടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സത്യവിശ്വാസികൾക്ക് ആശങ്കയുണ്ടായേക്കും. വിശിഷ്യ ഖുർആനിന്റെ അവതരണ കാലത്ത് മക്കയിൽ മുശ്രിക്കുകളും മദീനയിൽ ജൂതന്മാരും ഒട്ടേറെ ഉണ്ടായിരുന്നു. 2 വിഭാഗവും സത്യദീനിന്റെ ബദ്ധവൈരികൾ. എല്ലാ കാലവും മിക്ക സ്ഥലത്തും മുസ്ലിങ്ങൾ ഈ അവസ്ഥ തരണം ചെയ്യേണ്ടി വരാം. അതിനാൽ അവർ യഥാർത്ഥ മൈത്രി സ്ഥാപിക്കേണ്ടത് അല്ലാഹുവും റസൂലും സത്യവിശ്വാസികളുമായ സഹോദരങ്ങളോടാണ്. ഇവിടെ ഓച്ചിറ ഉപ്പാപ്പാനോട് മൈത്രി സ്ഥാപിക്കുന്നതല്ല തർക്കം,
മുൻപത്തെ ബീവിയോട് നിങ്ങൾ ലവ് ലെറ്റർ എഴുതുന്നതല്ല പ്രശ്നം, മറിച്ച് അവരോട് സഹായം തേടലാണ്. ആ സഹായ തേട്ടത്തിനാണ് ഞങ്ങൾ തെളിവ് ചോദിച്ചത്. പറയാൻ കഴിഞ്ഞില്ല, ഒരായത്ത് പോലും തെളിവ് തിരിക്കാൻ കഴിഞ്ഞില്ല. മഹാന്മാരോടുള്ള ആദരവിന്റെ പേരിൽ ഈ സമൂഹത്തിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഈ മസലകളൊക്കെ പറഞ്ഞ് ആദരവാണ് എന്ന് പറയുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സനത് ഒന്ന് അബ്ദുൽ ബാരി മുസ്ലിയാർക്ക് കൊടുക്കുക, അമ്മോശനും പുതിയാപ്പിളയും ഒരേ മാർഗത്തിലേക്ക് വരട്ടെ, അതിനെങ്കിലും നിങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദുകൾ അവരെഴുതിയ വാദം കൃത്യമായി ഇവിടെ തെളിയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയുമോ? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം, ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയൻ ഫാത്തിരി സമാവാതി വൽ അർള്. നബിയെ ചോദിക്കുക. ആ ചോദിക്കുക ആരോട് ചോദിക്കണം? ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം തബരി പറയുകയാണ്, ഖുൽ യാ മുഹമ്മദ് ലിഹാഉലായിൽ മുശ്രിക്കീന അൽ ആദിലീന ബിറബ്ബിഹിം അൽ ഔസാന വൽ അസ്നാം. തങ്ങളുടെ റബ്ബിനോട് തേടുന്നതിൽ നിന്ന് മാറി വിഗ്രഹങ്ങളോട് ബിംബങ്ങളോട് ഒക്കെ തേടിക്കൊണ്ടിരിക്കുന്നവർ, വൽമുൻകിരീന അലൈക ഇഖ്ലാസ് തൗഹീദി ലറബ്ബിക്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തേടുമ്പോൾ അത് തൗഹീദല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരോട് ചോദിക്കുക. എന്താണ് ചോദിക്കേണ്ടത്? അശൈഅൻ ഗൈറല്ലാഹി തആല, അല്ലാഹു അല്ലാത്ത മറ്റൊരാളോട് അസ്തൻസിറുഹു, അസ്തൻസിറുഹു, ഞാൻ സഹായം തേടണമോ? വസ്തഈനുഹു, അവരോട് ഞാൻ ഇസ്തിആനത്ത് നടത്തണമോ? അലന്നവായിബി വൽ ഹവാദിസി, പ്രതിസന്ധിയുടെ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ അവരോടാണോ ഞാൻ ഇസ്തിഗാസ നടത്തേണ്ടത് എന്ന് നബിയെ ചോദിക്കുക. അതെ പ്രിയപ്പെട്ടവരെ, മുജാഹിദുകൾ ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. ഈ ചോദ്യമാണ് മുജാഹിദുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യമാണ് നാം ചോദിക്കേണ്ടത്. ഓച്ചിറ പാപ്പയോട്, ബീരാനൗലിയ പാപ്പയോട്, അതേപോലെയുള്ള മഹാന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളോട് ഇസ്തിഗാസ നടത്താൻ ഈ കാന്തപുരം സമസ്തക്കാർ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുമ്പോൾ ചോദിക്കുക, അഗൈറല്ലാഹി അത്തഖിദു വലിയ, അല്ലാഹുവല്ലാതെ മറ്റൊരാളെ ഞാൻ വലിയായി സ്വീകരിക്കാനോ? അവർ മഹാന്മാരോട് തേടുക എന്ന് പറയുമ്പോൾ ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, ഐ ലാ യർജൂന സിവാഹു, അവർ സത്യവിശ്വാസികൾ അല്ലാഹുവിനോടല്ലാതെ പ്രതീക്ഷ വെക്കുകയില്ല. വലാ യഖ്സുദൂന ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെയല്ലാതെ അവരുദ്ദേശിക്കുകയില്ല. വലാ യലൂദൂന ഇല്ലാ ബിജനാബിഹി, അല്ലാഹുവിലേക്കല്ലാതെ അവരഭയം തേടുകയില്ല. വലാ യത്ലബൂനൽ ഹവായിജ ഇല്ലാ മിൻഹു, അല്ലാഹുവിനോടല്ലാതെ അവർ സഹായം ആവശ്യപ്പെടുകയില്ല. വലാ യർഗബൂന ഇല്ലാ ഇലൈഹി, അല്ലാഹുവിനോടല്ലാതെ അവർ പ്രതീക്ഷയോടുകൂടി തേടുകയില്ല എന്ന് പറഞ്ഞ ഈ സത്യവിശ്വാസികളായി തീരാൻ നാം ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പരിപാടി അവസാനിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പ് എല്ലാ ചടങ്ങുകളും കൃത്യമായി നടക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ സദസ്സിനെ നിയന്ത്രിച്ചു, സ്വാഗതം പറഞ്ഞു. ഇനി നന്ദിയൊക്കെ ആയിട്ട് പൂർണ്ണമായി തന്നെ ബഹുമാനപ്പെട്ട നാണി സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഇവിടെ 3 മണിക്കൂർ നീണ്ടുനിന്ന ഒരു സംവാദം, സുന്നി മുജാഹിദ് സംവാദം വളരെ ഭംഗിയായി നടത്തിത്തന്ന ഇതിന്റെ പണ്ഡിത നേതൃത്വത്തോടും ഇരു വിഭാഗത്തിന്റെ പണ്ഡിത നേതൃത്വത്തോടും അതേപോലെ തന്നെ ഇതിന് സൗകര്യങ്ങൾ ഒരുക്കി തന്ന ആളുകളോടും, പ്രത്യേകിച്ച് ഇതിന്റെ സംഘാടകർ, അതേപോലെ തന്നെ ഇതിന് മധ്യസ്ഥത വഹിച്ച രാമന്തളി മുഹമ്മദ് സാഹിബ്, അങ്ങനെ പല ആളുകളും ഇതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച എല്ലാവരോടും നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇനിയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ. വളരെ നന്നായി 2, 3, 4 മണിക്കൂർ നേരം അവനവന്റെ ആശയങ്ങൾ ഇരു വിഭാഗവും അവതരിപ്പിക്കുകയും ആ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ഇതിന്റെ സംഘാടകരോട് വളരെയധികം നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ആളുകൾ എന്നുള്ള നിലയ്ക്ക് ബഹുമാന്യനായ അബ്ദുൽ ഖാദർ അഹ്സനി, അതേപോലെ തന്നെ റഫീഖ് അഹ്സനി, നൌസാദ് അഹ്സനി,
അദ്ദേഹമാണ് ഇവിടെ ചോദ്യവും ഉത്തരവുമായിട്ടുള്ള വിഷയം അവതരിപ്പിച്ചത് സുന്നി പക്ഷത്തിൽ നിന്ന്. അതേപോലെ തന്നെ മുഹമ്മദ് ഫൈസൽ ഹസനി വിഷയം അവതരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തോടും ഈ സംഘാടക സമിതിന്റെ ആളുകൾ എന്നുള്ള നിലക്ക്, അവർ ഏൽപ്പിച്ച വ്യക്തികൾ എന്നുള്ള നിലക്ക് മാത്രമാണ് ഞങ്ങൾ ഇത് പറയുന്നത്. എല്ലാവരോടും നന്ദി പറയുന്നു, അവരോട് പ്രത്യേകിച്ചും. കാരണം അവർ ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് അവസാനം വരെ നല്ല നിലയിൽ കാണുവാനും കേൾക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പടച്ച റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാകാത്ത രീതിയിലാണ്. അബൂബക്കർ ഹസനി, സാഹിദ് ഹസനി, അസ്ലം സഖാഫി, അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് അദ്ദേഹമാണ് അവസാനമായി സുന്നി പക്ഷത്തിൽ നിന്ന് അവലോകനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അബ്ദുൽ ഷക്കൂർ ഹസനി, ശിഹാബുദ്ദീൻ സഖാഫി കാക്കനാട്, അങ്ങനെ എല്ലാ ആളുകൾക്കും ഇതിൽ പങ്കെടുത്ത, സുന്നി പക്ഷത്തിൽ നിന്ന് പങ്കെടുത്ത എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുകൂടാതെ മുജാഹിദ് പക്ഷത്തിൽ നിന്ന് നൂറുദ്ദീൻ ലബ്ബാദാരിമി അദ്ദേഹമാണ് ഇവിടെ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത്. അംസബാക്കവി ചങ്ങലേരി, ഹനീഫ് കായക്കൊടിയാണ് മുജാഹിദ് പക്ഷത്തിൽ നിന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും അതേപോലെ തന്നെ അവലോകനങ്ങളും നടത്തിയത്. അദ്ദേഹത്തോടും അതേപോലെ തന്നെ അഹമ്മദ് അനസ് മൗലവി, AI മജീദ് സലാഹി, അബ്ദുൽ മജീദ് സലാഹി, അബ്ദുൽ നാസർ അൻവാരി, അബ്ദുൽ സുക്കൂർ സലാഹി, മുനീർ സലാഹി, ആദിൽ ലത്തീഫ് സലാഹി, അബ്ദുൽ ബാരി ബുസ്താനി, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ആളുകളോടും, പ്രത്യേകിച്ച് പങ്കെടുത്ത ആളുകളോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇത് സംഘടിപ്പിച്ച വ്യക്തികളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതിന് വളണ്ടിയറായി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലെന്ന് എല്ലാവർക്കും അറിയാം, കുറേ ദിവസങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഇരു വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും കുറേ ദിവസം അതിനുവേണ്ടി പ്രയാസപ്പെട്ട് മെനക്കെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അവസാന നിമിഷം വരെ അതിനു വേണ്ട ത്യാഗങ്ങൾ സഹിച്ചവരാണ്. അവർക്കൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. അള്ളാഹുവിനോട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സത്യം മനസ്സിലാകാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇവിടെ സാങ്കേതികമായ കുറെ കാര്യങ്ങൾ ചെയ്ത് ഇതിന്റെ കാര്യങ്ങൾ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ച സാങ്കേതിക വിദഗ്ധരും അതേപോലെ തന്നെ പങ്കെടുത്ത ഓഡിയൻസിനും എല്ലാ ആളുകൾക്കും, ആ സാങ്കേതിക വിദ്യയും പങ്കെടുത്ത ഓഡിയൻസിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ചും വളരെ സമയം വൈകിയിട്ടുണ്ട്, 2-2.25 മണിയായി. അതുകൊണ്ട് ഭക്ഷണത്തിനും പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല, നിങ്ങൾ ചെയ്തു തന്ന ഈ ത്യാഗത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രപ്രധാനമായ ഒരാശയത്തിൻ്റെ സ്ഥാപനം സംവാദത്തിലൂടെ ഇവിടെ നടന്നിരിക്കുന്നു. ഏറ്റവും പ്രസക്തമായ വിഷയത്തിൽ വളരെ സന്തോഷകരമായ രൂപത്തിൽ ചർച്ചകൾ അവസാനിച്ചു. ഇതിന് സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ സംവാദത്തെ ഈ രൂപത്തിലെത്തിക്കാൻ വേണ്ടി വ്യവസ്ഥ എഴുതി ഈ വിഷയത്തെ സന്തോഷപ്രദമാക്കിയ സുന്നി പക്ഷത്ത് റഫീഖ് ഹസനിയും നൗഷാദ് ഹസനിയും അബ്ദുൽ ഖാദർ ഹസനിയും ഫൈസൽ ഹസനിയും അബ്ദുസമദ് അൻവരിയും ഇസ്ഹാഖ് കെ ജമാൽ VP, കമറുദ്ദീൻ സക്കാഫി, മീറാൻ സക്കാഫി, ബഷീർ അൽ ഹസനി തുടങ്ങിയവരാണ് ഈ സംവാദത്തെ ഈ രൂപത്തിൽ ഇവിടെ എത്തിച്ച സുന്നി പക്ഷത്തുള്ള പ്രവർത്തകർ. മുജാഹിദ് പക്ഷത്തെ അഹമ്മദ് അനസ് മൗലവിയും നൂറുദ്ദീൻ ലബാദാരിമിയും നസീർ NH-ഉം അലി MH-ഉം സലീം UK, മൊയ്തീൻകുട്ടി സാഹിബ്, അബ്ദുൽ ഷുക്കൂർ സലാഹി, അബ്ദുൽ ബാരി, സയ്യിദ് പിള്ള മദനി, കുഞ്ഞു മുഹമ്മദ് PA തുടങ്ങിയവരാണ് മുജാഹിദ് പക്ഷത്തു നിന്ന് ഈ നിലയിലേക്ക് കൂടി ചർച്ച എത്തിച്ചത്. അൽഹംദുലില്ലാഹ്, ഇത്തരം ഒരുപാട് വേദികൾ, ഒരുപാട് സംവാദങ്ങൾ, ഒരുപാട് വിഷയങ്ങളിൽ വ്യക്തത വരുത്താനും വ്യക്തമായ തെളിവുകൾ ലഭിക്കാനും വേദിയാകുന്നത് കൊണ്ട് തന്നെ ഇനിയും ഇത്തരം സൗഹൃദമായ സംഭാഷണ വേദികളിലൂടെ സംവാദങ്ങളിൽ എത്തിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി സുന്നി പക്ഷത്ത് നിന്ന് വിഷയം അവതരിപ്പിച്ച ഫൈസൽ ഹസനി, അതുപോലെ ചോദ്യോത്തരങ്ങൾക്ക് മറുപടി പറഞ്ഞ നൗഷാദ് ഹസനി, അതുപോലെ വളരെ നന്നായി വിഷയം അവലോകനം നടത്തിയ വഹാബ് സക്കാഫി, മുജാഹിദ് പക്ഷത്ത് നിന്ന് വിഷയം അവതരിപ്പിച്ച ലബ്ബ മൗലവി, ചോദ്യോത്തരങ്ങൾക്ക് മറുപടിയും അവലോകനവും നടത്തിയ ഹനീഫ് കായക്കൊടി മൗലവി, ഇവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് മുസ്ലിം കൈരളിയുടെ ആദർശത്തെക്കുറിച്ചുള്ള ചിന്തക്ക് നൽകുന്ന മറുപടിയാണ്. എന്താണ് ഏതാണ് ആദർശമെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ 2 മധ്യസ്ഥന്മാരും സമൂഹത്തോട് പറയുന്നു, ഈ CD നിങ്ങൾ കാണണം.
ഇത് സമൂഹത്തിന് നൽകുന്ന നമ്മുടെ സന്ദേശമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സന്ദേശമാണ് എന്നുണർത്തിക്കൊണ്ട് ദുആ വസിയത്തോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് പക്ഷവും രണ്ട് ഭാഗത്തൂടെ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോവുക.